ചരിത്ര സാക്ഷികൾ, മുതിർന്ന മാധ്യമ പ്രവർത്തകരുടെ അനുഭവങ്ങളും വീക്ഷണങ്ങളുമൊക്കെ പങ്കുവെക്കുന്ന ഈ പരമ്പരയിൽ ഇന്ന് പ്രത്യേക അതിഥിയായി നമ്മോടൊപ്പമുള്ളത് ശ്രീ വൈക്കം മധു സാറാണ്. അദ്ദേഹത്തിന് മലയാള മനോരമയിൽ 37 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുണ്ട്. വൈക്കം സ്വദേശിയാണ്. മുംബൈ KC കോളേജിൽ നിന്ന് ബിരുദം നേടിയ ശേഷം സിദ്ധാർത്ഥ് കോളേജ് ഓഫ് ജേർണലിസത്തിൽ നിന്ന് ഡിപ്ലോമ നേടിയ ശേഷമാണ് 1967 അദ്ദേഹം മലയാള മനോരമയിൽ മാധ്യമ ജീവിതം ആരംഭിക്കുന്നത്. 2003 അദ്ദേഹം അസിസ്റ്റന്റ് എഡിറ്ററായി പിരിഞ്ഞു. പിന്നീട് മംഗളം പത്രാധിപ സമിതി അംഗമായി പ്രവർത്തിച്ചു. ഏവിയേഷൻ ഹെറാൾഡ് എന്ന ഇംഗ്ലീഷ് മാസികയുടെ എഡിറ്ററുമായിരുന്നു അദ്ദേഹം. മാതൃഭൂമി, മാധ്യമം, ദേശാഭിമാനി തുടങ്ങിയ പ്രസിദ്ധീകരണങ്ങളിൽ അദ്ദേഹം എഴുതാറുണ്ട്. 2 പുസ്തകങ്ങൾ അദ്ദേഹത്തിൻ്റെതായുണ്ട്. അത് ഇടയാളം, ഭാഷയിലെ ചിഹ്നങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഈ പുസ്തകത്തിന് കേരള സാഹിത്യ അക്കാദമിയുടെ 2021 എൻഡോമെന്റ് അവാർഡ് ലഭിച്ചിട്ടുണ്ട്. മറ്റൊരു പുസ്തകം കൂടി അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്, ഒരു രാജാവിനെ കൊല്ലേണ്ടതെങ്ങനെ. അത് അദ്ദേഹത്തിന്റെ അനുഭവങ്ങളും നിരീക്ഷണങ്ങളും ഒക്കെ ഈ പുസ്തകത്തിൽ അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമസ്കാരം സാർ, നമുക്ക് താങ്കളുടെ മാധ്യമ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ആരംഭിക്കാം. എങ്ങനെയാണ് താങ്കൾ മലയാള മനോരമയിൽ എത്തിയത്? ഡിഗ്രി കഴിഞ്ഞിട്ട് ജേർണലിസം ഡിപ്ലോമ എടുത്ത് ഇവിടെ വന്ന് എൻ്റെ ഒരു അകന്ന ബന്ധു വഴി ഏറ്റുമാനൂർ ഗോപാലൻ എന്നായിരുന്നു പറഞ്ഞ ഒരാള്, എൻ്റെ ചേട്ടൻ്റെ വൈഫുമായിട്ട് ബന്ധപ്പെട്ടാണ് അവിടെ വന്ന് മനോരമയില് അവിടുത്തെ മാനേജ്മെൻറ്റിൻ്റെ എഡിറ്റോറിയൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡോട് ഈ കാര്യം പറഞ്ഞ് അപ്പോൾ അങ്ങോട്ട് അവർ പറഞ്ഞു വരാൻ പറയും. അവിടെ വന്നിട്ട് സർട്ടിഫിക്കറ്റ് എല്ലാം സഹിതം നോക്കിയിട്ട് അവരാദ്യം, അപ്പം അക്കാലത്ത് അഡ്വർടൈസ്മെന്റ് സെക്ഷനിലെ പരസ്യം തർജ്ജമ ഒരാളുണ്ടായിരുന്നു, ആൻഡ്രൂസ് എന്ന് പറഞ്ഞ്. ടെമ്പററി ആയിട്ട് റിട്ടയർ ചെയ്ത മനുഷ്യനാണ്. അപ്പം അങ്ങനെയുടെ കൂട്ടത്തിൽ ഇരുന്നിട്ട് 4-5 ദിവസം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അങ്ങനെ അവർ പറഞ്ഞു വിട്ടു. പിന്നെ ഞാൻ പരസ്യ സെക്ഷനിലായി. അവിടെ 3-4 വർഷം ജോലി ചെയ്തു. അത് കഴിഞ്ഞ് എഡിറ്റോറിയൽ ഞാൻ അവരോട് പറഞ്ഞപ്പോൾ ടെസ്റ്റ് എഴുതാൻ പറഞ്ഞു. ആ ടെസ്റ്റ് എഴുതി അത് ജയിച്ചതിന് ശേഷം അവിടെ സബ് എഡിറ്ററായിട്ട് എനിക്ക് കിട്ടി. ആദ്യം ട്രെയിനിങ് ആയിരുന്നു. 1-2 വർഷം കഴിഞ്ഞ് അത് കഴിഞ്ഞ് അവർ അബ്സോർവ് ചെയ്തു സബ് എഡിറ്ററായിട്ട്. അത് കഴിഞ്ഞ് സീനിയർ സബ് എഡിറ്ററായിട്ട് പ്രൊമോഷൻ കിട്ടി. അത് കഴിഞ്ഞ് അസിസ്റ്റന്റ് എഡിറ്ററായിട്ട്, അത് കഴിഞ്ഞ് സീനിയർ അസിസ്റ്റന്റ് എഡിറ്ററായിട്ട്, അങ്ങനെയാണ് ഇരുന്ന് കുറേ വർഷത്തിന് ശേഷം ഞാൻ റിട്ടയർ ചെയ്ത് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ എറണാകുളത്തെ മംഗളത്തെ കുറച്ച് നാൾ ജോലി ചെയ്തു. 2 വർഷം മംഗളം കോട്ടയം ഓഫീസിൽ. അത് കഴിഞ്ഞിട്ട് എറണാകുളത്ത് ചില പബ്ലിക്കേഷനിലൊക്കെ ജോലി ചെയ്തു. ഇതിനിടയ്ക്ക് ഞാൻ പലയിടത്തും അവിടെ എഴുതുന്നുണ്ടായിരുന്നു, ആർട്ടിക്കിളൊക്കെ എഴുതുന്നുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇപ്പം യാത്രയൊന്നുമില്ല, ബുക്ക് എഴുതാൻ തുടങ്ങിയത്. അതിനുവേണ്ടി എനിക്ക് ഭാഷയിലെ ചിഹ്നങ്ങളെ കുറിച്ച് എനിക്കൊരു അത്ഭുതം തോന്നി. ഒരു സ്പർശിച്ചില്ലാത്ത ഒരു വിഷയമാണ്. മാത്രമല്ല പത്രങ്ങളിലും ബാക്കി എല്ലായിടത്തും ഒരുപാട് തെറ്റിച്ച എഴുതുന്നു. അതിന് പേരറിയില്ല, ഉപയോഗക്രമം അറിയില്ല. അപ്പൊ ഇത് ഞാൻ തപ്പിച്ചെന്ന് BBC വഴി അവിടെ വഴി ഒരുപാട് പുസ്തകങ്ങളൊക്കെ വാങ്ങിച്ചു. അതിൽ എനിക്ക് മനസ്സിലായി 2300 വർഷം മുമ്പാണ് ഭാഷയിലെ ചിഹ്നങ്ങളുടെ ഉത്ഭവം. അത് അയർലൻഡിന്റെ സന്യാസി മഠത്തിലെ ആളുകള് അയർലൻഡ് ക്രിസ്തു മതം എത്തിയത് ആ സമയത്താ. അപ്പൊ ക്രിസ്തീയ ഗ്രന്ഥങ്ങളെല്ലാം തർജ്ജമ ചെയ്യുമ്പം ഇങ്ങനെയുള്ള തെറ്റ് വരാൻ പാടില്ല. അപ്പൊ അതിനെ അവിടുത്തെ അന്ന് മഹർഷിമാരാണോ സന്യാസിമാര്, അവര് കണ്ടുപിടിച്ച് ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഇങ്ങനെ ഓരോ ചിഹ്നങ്ങൾ കണ്ടുപിടിച്ചത്. അതിന് പല കാലങ്ങളിലൂടെ പിന്നെ ഒരുപാട് ഭേദഗതികൾ വന്നാണ് ഇപ്പോഴത്തെ രീതിയിലുള്ള ചിഹ്ന വ്യവസ്ഥയായി ഉണ്ടായത്. ചിഹ്നങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് അർത്ഥ വ്യത്യാസങ്ങൾ വരും. അത് മലയാള പത്രങ്ങളൊന്നും ശ്രദ്ധിക്കാറില്ലായിരുന്നു. ഇപ്പം കുറച്ചുകൂടെ ഒക്കെ മെച്ചപ്പെട്ടിട്ട് എനിക്ക് തോന്നുന്നു. ഇംഗ്ലീഷ് പത്രങ്ങളൊക്കെ അക്കാലത്തെ ഹിന്ദു പോലുള്ള പത്രങ്ങള് അക്കാലത്ത് അങ്ങനെ വളരെയധികം ശ്രദ്ധിക്കുന്നു. ഇപ്പൊ മലയാളം പത്രങ്ങളെല്ലാം ഇക്കാര്യം നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. അത് എന്റെ ബുക്കിന്റെ സ്വാധീനം കൊണ്ടാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അത് ഉണ്ടായിരിക്കണം എന്നുള്ളത് തീർച്ചയാണ്. അപ്പൊ നമുക്ക്
സാറിന്റെ പിന്നെ മാധ്യമ പ്രവർത്തന ജീവിതം ആരംഭിച്ച കാലഘട്ടത്തിലേക്ക് തിരിച്ചു പോകാം. അന്ന് സാറ് പിന്നെ കോട്ടയത്താണ് ജോയിൻ ചെയ്തത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്, പത്രപ്രവർത്തകനായിട്ടല്ലേ? അന്ന് കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നു അക്കാലത്ത്? കൂടെ അന്നുണ്ടായിരുന്നത് ഉം. അന്നുണ്ടായിരുന്ന അതുപോലെ NM എബ്രഹാം ഉണ്ടായിരുന്നു, KP എന്റെ പിഷാട്ടി, വളരെ സീനിയർ ആയിരുന്നു അവർ രണ്ടുപേരും. അതെ അതെ അവരൊക്കെ അതെ. ഒരു ചെറിയ തെറ്റ് പോലും സഹിക്കില്ല അത്. ഉം. അത് നമ്മളെ അടിച്ചിട്ടുള്ളത് മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാ വിധത്തിലും അവർ പറഞ്ഞു. അവരുടെ കൂട്ടത്തിലുള്ള ശിക്ഷണമാണ് പ്രധാനമായിട്ട് ഞങ്ങൾക്ക് കിട്ടിയത്. ഉം. അപ്പൊ എന്റെ അയാളുടെ കൺട്രിബ്യൂഷൻ ഈ ജനങ്ങൾ കുറച്ചുള്ള ഇതാണ് കുറച്ചൊക്കെ ഉണ്ടായിരുന്നത്. അപ്പൊ അന്ന് ഈ പിന്നെ അന്ന് താങ്കളെ പരിശീലിപ്പിച്ച ആരൊക്കെയാണെന്ന് ഓർമ്മയുണ്ടോ? ഈ പത്രപ്രവർത്തകനാകാനുള്ള ആദ്യത്തെ 2 വർഷം ട്രെയിനിങ് ആയിരിക്കും, പരിശീലനം ഉണ്ടാവും. താങ്കൾ KP ഈ പിഷാരടി സാറിനെ കുറിച്ച് പറഞ്ഞു. അപ്പൊ അങ്ങനെ പരിശീലിപ്പിച്ച ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ അവിടെ വേറെ അക്കാലത്ത്? അവർ രണ്ടും കൂടെയാണ്, അവർ രണ്ടുപേരും ഇപ്പൊ എഴുതില്ല. അവരാണ് കൂടുതൽ, അവരാണല്ലാതെ ഞാൻ കൊടുക്കുന്ന മാറ്റമെല്ലാം എഴുതി. അപ്പൊ അന്ന് ആ സമയത്ത് ന്യൂസ് എഡിറ്റർ ആയിരുന്ന ആളെ EK ഭാർഗവ് എന്ന് അറിയാം, ഏറ്റുമാനൂരുകാരൻ. അയാളുടെ മകൻ ഇപ്പോഴും ഉണ്ട്, അങ്ങനെ കൊല്ലം യൂണിറ്റിലായിരുന്നു. അങ്ങയുടെ കീഴിലുണ്ട്. അപ്പൊ TKG നായർ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു, അങ്ങനെ ഉണ്ട്. അവരൊക്കെയായിരുന്നു സീനിയർ ആയിട്ടുള്ള ആളുകൾ. അപ്പൊ ഞാൻ കൊടുക്കുന്ന മാറ്ററിലെ ഇവരെല്ലാം നോക്കി കുറെ എല്ലാം കഴിഞ്ഞപ്പോ അവര് ഓക്കെ ആണെന്ന് പറഞ്ഞിട്ട് അവർ തന്നു. അവരുടെ ശിക്ഷണത്തിൽ വലിയ ഇതുണ്ടായി, പ്രയോജനം ഉണ്ടായി. അപ്പം അന്ന് താങ്കളുടെ ബാച്ചിൽ താങ്കളുടെ കൂടെ അന്ന് മനോരമയിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? മനോരമയിലെ താങ്കളുടെ കൂടെ പിന്നെ ആ കൊല്ലം KV മാമനുണ്ട്, പിന്നെ അദ്ദേഹം സഹപ്രവർത്തകനായിട്ട് സീനിയർ സഹപ്രവർത്തകർ അവിടെ ഒരു NM മാണി ഉണ്ടായിരുന്നു, അദ്ദേഹം ഇപ്പൊ ഇല്ല. കുര്യൻ പാമ്പാടി എന്ന ഒരാളുണ്ട്, കുര്യൻ പാമ്പാടി ഉണ്ട്. KM എബ്രഹാം, കുര്യൻ പാമ്പാടി, NM മാണി. അപ്പൊ ഈ പിന്നെ ആദ്യകാലം മുതലേ പത്രാധിപ സമിതി ഡെസ്കിലായിരുന്നു, അതോ ഇടക്കാലത്ത് വേറെ അസൈൻമെന്റ് റിപ്പോർട്ടിങ്ങിലൊക്കെ പോയിട്ടുണ്ടോ? റിപ്പോർട്ടിങ് കാര്യമായിട്ട് ഞാൻ ഇരുന്നിട്ടില്ല. അവര് ഡെസ്ക് ഇരിക്കുന്നവര് കൊളകൊന്നരാണെങ്കിലും ബ്യൂറോയ്ക്ക് പോയി. ഞാൻ പിന്നെ ഓരോരുത്തർ അസൈൻമെന്റുമായിട്ട് അയച്ചിട്ടുണ്ട്. ജർമ്മൻ മലയാളി അസോസിയേഷന്റെ ഒരു ഒരു ദിവസത്തെ പരിപാടിക്ക് അവിടെ പോയി, ജർമ്മനി പോയിട്ടുണ്ട്. പിന്നെ നോർത്ത് ഈസ്റ്റില് ആസാം, നാഗാലാൻഡ്, മിസോറാം അവിടെ എല്ലാം സന്ദർശിച്ചിട്ടുണ്ട്. എന്ത് റിപ്പോർട്ടിങ്ങിനാ പോയത് അവിടെയൊക്കെ? ആസാമിലൊക്കെ അല്ല, അസൈൻമെന്റ് അല്ലായിരുന്നു, ഞങ്ങൾ സ്വന്തം യാത്രയായിരുന്നു. അത് വന്ന് അവിടെ കുറച്ചൊക്കെ പല കാര്യങ്ങളൊക്കെ എഴുതി. അന്ന് ശങ്കരനാരായണനായിരുന്നു നാഗാലാൻഡിലെ ഗവർണറായിരുന്ന ആളോ, അതിന്റെ മനസ്സിലൊക്കെ പോയിട്ടുണ്ട്. അതിന്റെ പല അത് വന്ന ശേഷം ആർട്ടിക്കിളൊക്കെ എഴുതിയായിരുന്നു, അതുകൊണ്ട് ഇല്ല. ഇവിടെ ചെയ്ത അസൈൻമെന്റുകൾ ഏതൊക്കെയാണ്? റിപ്പോർട്ടിങ്ങിന് പോയിട്ടുള്ളത് ഏതൊക്കെയാണ്? ഇവിടെ കോട്ടയത്തെ അത് ഞാൻ കാര്യമായിട്ട് എനിക്ക് ഓർക്കുന്നത് കോട്ടയത്ത് റിട്ടയർമെന്റ് എനിക്ക് പോയിട്ടുള്ളത്. അങ്ങനെ ഞാൻ ആ സമയത്തെല്ലാം ഞാൻ ഡെസ്കിലായിരുന്നു. കോട്ടയത്തെ വേറെ ആളുകളുണ്ടായിരുന്നു. ആ സമയത്ത് റിപ്പോർട്ടിംഗ് എടുത്ത് ഞാൻ കോട്ടയത്ത് പോയിട്ടില്ല. അതുപോലെ പിന്നെ റിട്ടയർമെന്റ് വരെ കോട്ടയത്തായിരുന്നു, അതോ വേറെ ഏതെങ്കിലും യൂണിറ്റിൽ പോയിട്ടുണ്ടോ? അപ്പം ഞാൻ ഈ ചിഹ്നങ്ങളുടെ കാര്യത്തിലെല്ലാം കുറെ ശ്രദ്ധ അയക്കുന്നുണ്ട്. ഈ നമുക്ക് തിരുവനന്തപുരം, കണ്ണൂര്, കൊച്ചി, പാലക്കാട് അങ്ങനെ ഓരോരുത്തർ പുതിയ പുതിയ യൂണിറ്റ് തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടെ എന്നെ ക്ലാസ് എടുക്കാൻ വേണ്ടി അധ്യാപകനായിട്ട് വിടുമായിരുന്നു. അപ്പൊ അവിടെ എല്ലാം തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ ഞാൻ പോയിട്ടുണ്ട്. കോഴിക്കോടൊക്കെ പോയിട്ടുണ്ട്, കണ്ണൂരൊക്കെ പോയിട്ടുണ്ട്. ആ ഒരു സ്കീമായിട്ട് തന്നെ പോയതാണത്. അവിടെ വർക്ക് ചെയ്തിട്ടുണ്ടോ? ഈ കോട്ടയം യൂണിറ്റ് അല്ലാതെ മറ്റു അല്ലാതെ യൂണിറ്റ് കോട്ടയത്തായിരുന്നു ഞാൻ സ്ഥിരമായിട്ട്, മറ്റേ യൂണിറ്റിലും കാര്യമായിട്ട് വർക്ക് ചെയ്തിട്ടില്ല. കാര്യമായിട്ട് വർക്ക് ചെയ്തിട്ടില്ല. അത് താങ്കളുടെ ചുമതല എന്തായിരുന്നു? പ്രധാനപ്പെട്ട ചുമതല ആദ്യം സബ് എഡിറ്ററായി, പിന്നെ ചീഫ് സബായി, പിന്നെ അസിസ്റ്റന്റ് എഡിറ്ററായി. പ്രധാനപ്പെട്ട ചുമതലകൾ എന്തൊക്കെയായിരുന്നു? ഡെസ്ക് ചീഫ് ആയിട്ടിരിക്കുന്ന ആള്
അസിസ്റ്റന്റ് എഡിറ്റർക്ക് അയക്കുമ്പോൾ ടെസ്റ്റ് ചെയ്യും. അപ്പോൾ എന്താ മാറ്ററുണ്ടോ, ഇംഗ്ലീഷ് മാറ്റർ, മലയാളം മാറ്റർ. അപ്പൊ ടെസ്റ്റ് ഇങ്ങനെ റൗണ്ട് ടേബിൾ പോലെ ഇരിക്കുന്നു, എഡിറ്റേഴ്സ് കഴിഞ്ഞിരിക്കും. അതിൽ ആർക്കൊക്കെയാണ് ഇതിലുള്ള ഓരോ വാസാണ്, ചിലർക്ക് ട്രാൻസ്ലേഷനിലായിരിക്കും, ചിലത് എഡിറ്റിങ്ങിലായിരിക്കും. അത് നോക്കിയിട്ട് വാർത്ത ന്യൂസ് എഡിറ്റർ വേറെ ആളുണ്ട്, അതിങ്ങോട്ട് ഡെസ്റ്റിഫായിരിക്കുന്ന ആള്, ഞാൻ മാത്രമല്ല വേറെ പലരും ഉണ്ടാകും, അവിടുത്തെ തരും. ഞങ്ങൾ ഓരോരുത്തർക്ക് അവിടെ കൊടുക്കും. അപ്പൊ അല്പം ചിലപ്പം ഞാൻ നോക്കിയാൽ കഴിഞ്ഞാൽ പോലും തെറ്റ് വരും. പിറ്റേ ദിവസം ഓരോരുത്തരെ വിളിച്ചു പറയുമ്പോഴാണ് പറയുന്നത്. ഒരു തവണ ഒരാള് രാവിലെ പത്രാഫീസ് വന്ന് 10 മണിക്ക്. അപ്പൊ ലോക്കൽ എഡിഷൻ രാവിലെ തുടങ്ങും. ന്യൂസിൽ എടുത്തിരുന്നു, ന്യൂസ് എഡിറ്റർ എന്താ എഴുതിക്കൊണ്ടിരിക്കാനും. കുറച്ച് എന്താ കാര്യം സാറേ, ഞാന് മരിച്ചിട്ടില്ല സാർ. അല്ല, അത് തന്നെ നിങ്ങളെ കണ്ട് അറിയാമല്ലോ. അല്ല, നിങ്ങളുടെ പത്രപ്രകാരം ഞാൻ ജീവിച്ചിരിക്കുകയാണ്. ഞാൻ ജീവിച്ചിരിപ്പില്ലായിരുന്നു. നേരെ പത്രം കാണിച്ചു. പത്രം കാണിച്ചപ്പോൾ ചരമകളത്തിലെ കുട്ടിയുടെ നിര്യാത വാർത്ത. അപ്പൊ ഇവരുടെ മക്കളവരുടെ പിള്ളേർ തമ്മിൽ വഴക്കുണ്ടായിട്ട് പറയാം, ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അന്ന് ചരമവാർത്ത എഴുതി കൊടുത്ത. അതിനുശേഷം ചരമവാർത്ത ആരെങ്കിലും പിടിച്ചു പറയുകയോ എന്ന് ചെയ്യാൻ ചെയ്യില്ല, തിരിച്ചങ്ങോട്ട് പിടിച്ചിട്ട് കൺഫേം ചെയ്തതിനു ശേഷമാണ് പിന്നെ ചരമ എഴുതുന്നതിന് പ്രത്യേകം 2 പേരായിട്ട് വന്നു. ക്ഷമാപണം കൊടുത്തോ? ക്ഷമാപണം കൊടുത്തോ? സമാപനം അല്ല, ചരമ വാർത്ത തെറ്റായി കൊടുത്തപ്പോ തിരുത്തി വ്യത്യാസം കൊടുത്തു, ക്ഷമാപണം കൊടുത്തു. പിന്നെ അത് വലിയ മോശമായില്ലേ, ക്ഷമാപണം കൊടുത്തു. പിന്നെ അതിനുശേഷം ചരമം വന്നാൽ രണ്ടാമത് വിളിച്ച് കൺഫേം ചെയ്ത് അവരുടെ ഫോൺ നമ്പരും ഒക്കെ എടുത്തിട്ടാണ് ചെയ്യുന്നത്. ചരം തന്നെ എഴുതിയെടുക്കാൻ 2 പേരായി. പിന്നെ അവർക്ക് തന്നെ നല്ല ലോഡാ. പിന്നെ ഓരോ യൂണിറ്റ് വരുന്ന ടെസ്റ്റ് എവിടുന്ന എല്ലാം ഓരോ യൂണിറ്റിലേക്കും. ചില യൂണിറ്റ് അപ്രധാനമായിട്ട് കൊടുക്കില്ല, ചിലർക്കെല്ലാം കൊടുക്കും. ഡീറ്റെയിൽസ് വരുന്ന എവിടെയൊക്കെ വേണ്ടെന്ന് വെച്ചാൽ ഇവിടെ ബോംബെയിലും എല്ലായിടത്തും ആയല്ലോ, അതനുസരിച്ച് ചരമാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടി വന്നത്. അപ്പം ഇപ്പോഴെനിക്ക് അറിയില്ല, കുറെ വർഷമായില്ലേ പോന്നിട്ട്. ഞാൻ 2 കാര്യങ്ങൾക്ക് ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. ഇതേപോലെ ഓർമ്മിക്കാവുന്ന എന്തെങ്കിലും അനുഭവങ്ങളുണ്ടോ വേറെ ഡെസ്കിലിരിക്കുമ്പോഴുള്ള മാധ്യമ ജീവിതത്തിലെ താങ്കൾ ഇപ്പം പറഞ്ഞ പോലെയുള്ള അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടോ വേറെ? അദ്ദേഹം ആലോചിക്കാൻ സമയം എടുക്കുന്നുണ്ട്. ഒന്ന് സാറിന് ഓർത്ത് നോക്കി. അതെ, അന്ന് ബാബു ചെങ്ങന്നൂർ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. അവര് മാറ്റം കൊടുക്കാൻ പറയും. ചിലവർ എഴുതി കൊടുക്കുമ്പം 2 ഇഞ്ച് മാറ്റം ഓരോരോ 5-8 ഇഞ്ച് ഓരോ താൻ ഇങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ട് വലിച്ചെറിയും, മുഖത്തെറിയുന്നതിന് പോലും. അപ്പൊ ഇൻട്രോ എഴുതുന്ന പ്രത്യേക രീതിയിൽ എഴുതണം എന്നുണ്ട്. അതിനനുസരിച്ച് അതെങ്ങനെ ഗ്രേഡ് ഡൗൺ ചെയ്തു വിടണം കളയാത്ത വിധത്തില്. അത് വലിയൊരു ട്രെയിനിങ് ആയിരുന്നു. അത് പഠിക്കുന്ന പോലെയല്ല, ഇവിടെ വരുമ്പോഴത്തേക്കും ഡീറ്റെയിൽസ് അവിടെ ഇനീഷ്യൽ തെറ്റാൻ പോലെ, ആളിന്റെ പേര് തെറ്റാൻ പാടില്ല, അങ്ങനെയുണ്ട്. കുറച്ചൊക്കെ അകന്ന ബന്ധുക്കളൊന്നും കൊടുക്കാറില്ല. അപ്പൊ വലിയ പ്രഗത്ഭരായ ആളുകളുണ്ടെങ്കിൽ അത് കൊടുക്കും, അങ്ങനെയൊക്കെ ഉണ്ട്. ബാബു ചെങ്ങന്നൂരിന്റെ ഇതുണ്ടായിരുന്നു. ജോയി തിരുവനന്തപുരം, ഞാൻ കുറെ പേരാണ് ഡെസ്റ്റിഫൈഡിരുന്നത് ആദ്യകാലത്ത്. പിന്നെ ഞാനൊക്കെ ഇരുന്നു ഡെസ്റ്റിഫൈഡ്, കുര്യമ്മാപ്പാടിരുന്നു, എന്നാമാണ് എഴുതിട്ടില്ല. പിന്നെ അവസാനം ഇപ്പം വിനോദൊക്കെ ആയി, അപ്പോഴത്തേക്ക് ഞാനിങ്ങ് പോകുന്നു. അപ്പൊ താങ്കൾ ആ കാലത്ത് തന്നെ പത്രത്തിൽ വല്ലതും എഴുതുമായിരുന്നു ഇതേപോലെ? പിന്നീട് പുസ്തകം എഴുതിയല്ലോ താങ്കൾ. അപ്പൊ ആ മാധ്യമ ജീവിത കാലഘട്ടത്തിലെ മനോരമയിൽ അല്ലെങ്കിൽ പുറത്തുള്ള പ്രസിദ്ധീകരണങ്ങളിൽ വല്ലതും എഴുതുമായിരുന്നോ? അതെ, പോകുന്നതിന് ശേഷം, മനോരമ പോകുന്നതിന് ശേഷം മംഗളം, പിന്നെ വേറെ ഒരുപാട് പബ്ലിക്കേഷൻ ഒക്കെ ഞാൻ മനോരമയിൽ ഇരിക്കുമ്പോ മനോരമ ഇരിക്കുമ്പോ എഴുതിയില്ല. അവിടെ മനോരമ പോകുന്നതിന് ശേഷം മംഗളത്തിൽ കുറെ നാളുണ്ടായിരുന്നു. പിന്നെ മറ്റേ പബ്ലിക്കേഷൻ ഒക്കെ ഞാൻ എഴുതിയ ആർട്ടിക്കിൾ, പല സബ്ജക്റ്റുകളും പേര് എനിക്ക് താല്പര്യമുള്ള ഭാഷാപരമായും അല്ലാതെയുള്ള പല വിഷയത്തിലുള്ള ഇതിൽ എഴുതുമായിരുന്നു. അല്ല, ഈ ഭാഷയിൽ താല്പര്യം വന്നത് എന്നാണ്? മനോരമയിൽ ചേർന്നതിന് ശേഷമാണോ അതോ താല്പര്യം? താങ്കൾ പിന്നെ പുസ്തകം എഴുതി, അതിന് അവാർഡ് കിട്ടി, അപ്പൊ ഈ താല്പര്യം ഉണ്ടായത് എന്നാണ്, എന്ന് മുതലാണ്? അപ്പൊ ഒരുപാട് പുസ്തകം ഉണ്ടായിരുന്നു, അതിനെക്കുറിച്ച് ഒരുപാട് പുസ്തകങ്ങൾ വായിക്കാനിടയായി. അപ്പോഴാണ് ഭാഷയെക്കുറിച്ചൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം എന്നൊക്കെ തോന്നുന്നുണ്ട്. അല്ലാതെ കുട്ടിക്കൃഷ്ണമാരുടെ പുസ്തകങ്ങള്, അതിനെ ഭാഷാ പണ്ഡിതന്മാരുടെ ഒരുപാട് പുസ്തകങ്ങളുണ്ടായിരുന്നു. അതെല്ലാം വായിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇത് കൂടുതൽ ശ്രദ്ധ വേണം, അല്ലെങ്കിൽ അർത്ഥം മാറിപ്പോവും, ആളുകൾ തെറ്റിദ്ധരിക്കാൻ ഇടയാവും. വളരെ ശുദ്ധമായ ഭാഷയായിരിക്കണം.
ഞാൻ എഴുതിയതിന്റെ ജൂനിയറായിട്ടാണ് ആളുകൾ എപ്പോഴും ഞാൻ കാണിക്കാറുണ്ടായിരുന്നു. തലമുറ മാറിയല്ലോ. അപ്പൊ ഞാൻ പഴച്ചനായി പോയിക്കൊണ്ട് പുതിയ ഭാഷ എടുക്കുന്നുണ്ടല്ലോ. അപ്പൊ അങ്ങനെ കാണിക്കായിരുന്നു ഭാഷയുടെ കാര്യത്തിൽ ശ്രദ്ധിക്കണമെന്നും. ഇപ്പോഴും ആർട്ടിക്കൽ മലയാളത്തിൽ ഇംഗ്ലീഷ് എഴുതുമ്പോൾ ഭാഷയുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. ഇപ്പോഴും ട്രാൻസ്ലേഷൻ ഒക്കെ ചെയ്യാറുണ്ടോ? ട്രാൻസ്ലേഷൻ ഇപ്പൊ ട്രാൻസ്ലേഷൻ പറഞ്ഞ ബുക്ക് വർക്ക് വന്നാൽ പിന്നെ മറ്റു വർക്കുകളൊന്നും ചെയ്യാറില്ല ഇപ്പൊ. അതല്ല, പത്രത്തില് ഏജൻസി പിന്നെ ഏജൻസി ഇംഗ്ലീഷാണല്ലോ വരുന്നത്. ഡൽഹിയിൽ നിന്നൊക്കെ വരും. അത് ചിലപ്പം ഒരു ചെറിയ സബ്ജക്റ്റിനെ ഇത്ര കെട്ടിലുണ്ടാവും. അതിന് നമ്മള് എഴുതിയിരിക്കുന്ന ഡെസ്റ്റിഫ് സബ്ഡിറ്ററി കൊടുത്ത് പറഞ്ഞു ഇതിൽ നിന്ന് 2 ഇഞ്ച് വാർത്ത വേണമെന്ന് പറയും. അത് മുഴുവൻ വായിച്ചിട്ട് അതിലെ പ്രധാനപ്പെട്ട ഒരംശം വിടാൻ പാടില്ല. അത് ഇൻട്രൊഡക്ഷൻ ആയിട്ട് കൊടുത്തിട്ട് വേണം ബാക്കി എഴുതാൻ. അതുണ്ടോ ANC അന്ന് PTI, UNI, AFP, ANI എന്ന് പറഞ്ഞ ഒരുപാട് ANC ഉണ്ട്. അവിടെ എല്ലാം കിട്ടും. നമ്മുടെ ലോക്കൽ അവിടുത്തെ റിപ്പോർട്ടറോട് മനോരമയ്ക്ക് റിപ്പോർട്ടറോട് അയാളുടെ ഇതും ഉണ്ടാവും. ഡൽഹിയിലേക്ക് അക്കാലത്തെ TVR ഷെണായിക്കെ ഉണ്ട്. പല പ്രസന്റൊക്കെ അക്കാലത്ത് ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു. കോപ്പി ടേസ്റ്ററിന്റെ പോസ്റ്റ് അന്നുണ്ടോ? കോപ്പി ടേസ്റ്റർ എന്നുള്ള കോപ്പി ടേസ്റ്റർ ഉണ്ട്. കോപ്പി ടേസ്റ്റർ ഉണ്ട്. അതുകൊണ്ട് ഡെസ്റ്റിഫിന്റെ കൊടുത്തിട്ടുണ്ട്. കോപ്പി ടേസ്റ്ററൊക്കെ ഉണ്ട്. ചിലത് നമുക്ക് കൊടുക്കാൻ പറ്റാത്ത പറഞ്ഞുകൊണ്ടെങ്കിൽ നമ്മൾ കൊടുക്കാറില്ല. ആരെങ്കിലും ഓപ്പൺ ചെയ്യുന്നതായിട്ടോ ചിലത് തന്നെ കാണിച്ചു തരാമെന്ന് പറഞ്ഞ എല്ലാ വാർത്ത പറഞ്ഞില്ലേ അവരെ മുണ്ടൊക്കെ തെരുവച്ചു. അതൊക്കെ വളരെ ശ്രദ്ധിച്ചാണ് നോക്കുന്നത്. അവര് പാസ്സാക്കി തരുന്നതാണ് പിന്നെ ഡെസ്റ്റിഫ് നോക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് എഴുതുന്ന ആൾ നോക്കും. അയാളും കുറച്ച് നോക്കുമല്ലോ. അങ്ങനെയാണ് കഴിയുന്നത്. എന്തായാലും തെറ്റൊക്കെ വരും, ധാരാളം വരും. അതേപോലെ മനോരമ ഒരു പിന്നെ ഡെസ്കിൽ രൂപപ്പെടുന്ന പത്രമാണെന്നൊരു പൊതു ധാരണയുണ്ട്. അതായത് വാർത്തകൾ ഏതാണ്ട് ഭൂരിപക്ഷവും മാറ്റി എഴുതുന്നുണ്ട് ഡെസ്കിൽ. താങ്കൾ ചേരുന്ന സമയത്തും അങ്ങനെ തന്നെ ആയിരുന്നോ? വാർത്തകൾ ഏതാണ്ട് മാറ്റി എഴുതും മിക്കവാറും വാർത്തകൾ. ഹലോ, അദ്ദേഹത്തിന്റെ ചോദ്യം ആവർത്തിച്ച് അദ്ദേഹത്തെ കേൾപ്പിച്ചാൽ ഉത്തരം കിട്ടും. മാറ്റി എഴുതും. മിക്കവാറും എല്ലാം മാറ്റി എഴുതിട്ട് വരും. എന്നുവെച്ചാൽ ഒരു വാർത്ത തന്നെ മനോരമ വരുന്നതും മാതൃഭൂമി വരുന്നതും ദേശാഭിമാനി വരുന്നതും വ്യത്യസ്തമായിരിക്കും. പല രാഷ്ട്രീയ പാർട്ടികളുണ്ട്, അവർക്ക് പത്രങ്ങളുണ്ട്. പല താല്പര്യം കൊണ്ട് അതിന് പത്രമുണ്ട്. മനോരമയ്ക്ക് അതിന് വിരുദ്ധമായ മാനേജ്മെന്റ് വേറെ MRF ഒരുപാട് ഇതുണ്ടല്ലോ. അപ്പൊ അതിന് വിരോധമായ സംഗതി ഉണ്ടെങ്കിൽ സബ് കൊടുത്താൽ പോലും അയാൾ ശ്രദ്ധിക്കണം. അത് പല അവിടെ കൈമാറ്റി വിളിച്ചിട്ട് അവിടെ കൊണ്ട് തണുത്ത മുറി നിർത്തുക അവസാനം. ഇവര് മാതൃഭൂമിയാണെങ്കിലും അവർക്ക് ജൈനന്മാര് അവരുടെ ഒരുപാട് ഇതുണ്ടല്ലോ. അവരുടെ താല്പര്യത്തിനനുസരിച്ച് കേരള കൗമുദിയാണ് SNDP അവരുടെ ഒരുപാട് ഇതുമായിട്ട് ഉണ്ട്, എല്ലാം ഉണ്ട്. ഇപ്പം പ്രഭാതം ഇവിടെ മാധ്യമമുണ്ട്, അത് മുസ്ലിം ലീഗുകാരുടെ, അങ്ങനെ അവരുടെ താല്പര്യം അനുസരിച്ചല്ലേ ചെയ്യാൻ നോക്കുള്ളൂ. ഒരു വാർത്ത തന്നെ പല പത്രങ്ങളിലും പല രീതിയിലായിരിക്കും. അതുകൊണ്ടാണ് പ്രസിഡന്റൊക്കെ പോകുമ്പം എല്ലാ പത്രങ്ങളും നോക്കാൻ പറ്റുന്നത് ഇതൊന്നും നോക്കുന്നത്. പല പത്രങ്ങളിൽ പോയാലും ചിലപ്പോഴും. പക്ഷെ പൊതുവായ കാര്യങ്ങൾ നമുക്ക് ഏത് പത്രം വായിച്ചാലും കാര്യങ്ങൾ മനസ്സിലാകും. ലോക്കൽ വാർത്തയിലാണ് ഈ കൂടുതൽ പ്രശ്നങ്ങൾ വരുന്നത്. ചിലരുടെയൊക്കെ പേര് ഒരുപാട് വരും. ഇപ്പം മനോരമയുടെ വായനക്കാർക്ക് താല്പര്യം ഉണ്ടായിരിക്കില്ല, എല്ലാം വിട്ടുകളയും. മനോരമ പോലെ മനോരമല്ല, ഒരു ഇംഗ്ലണ്ടിലോ അമേരിക്കയിലുള്ള പത്രക്കാരുടെ ഇവിടെ ഈ ചരമവാർത്ത നോക്കുന്ന വലിയ അത്ഭുതമാണ്. അവിടെ ഓഫീസറി വലിയ വലിയ നേതാക്കൾ കൊടുക്കും. ഇവിടെ നമുക്ക് ജനങ്ങളുമായിട്ട് കൂടുതൽ ബന്ധമുണ്ട്. അവരെ നമുക്ക് വായനക്കാരാക്കണം. അതുകൊണ്ട് അവരുടെ മക്കളെ അമ്മായിയപ്പനുണ്ടെങ്കിൽ അവർ ഓരോ ഉന്നത സ്ഥാനം വേണ്ടി അവരുടെ പേരുകളെല്ലാം കൊടുക്കും. അപ്പൊ അതിനെ സർക്കുലേഷനായി സഹായിക്കും. മനോരമയാണ് അതിന്റെ മാർഗദർശിയായിട്ട് മാതൃഭൂമിയും മറ്റു പത്രങ്ങളെല്ലാം ഫോളോ ചെയ്യാൻ തുടങ്ങിയത്. അതിന് സെയിൽസിനെ വളരെയധികം ബാധിക്കുന്നതാണത്. എന്റെ പേര് ചരമവാർത്തയാണെങ്കിൽ എന്റെ പേര് അടിച്ചു വന്നല്ലോ എന്നൊക്കെ പറഞ്ഞ ആളുകൾക്ക് ഒരു താല്പര്യം ഉണ്ടാവുമല്ലോ. മറ്റു പത്രങ്ങളിൽ വന്നില്ല. ഫുൾ ഡീറ്റെയിൽസ് ചില ചരമവാർത്ത മാറിയിട്ട് സിംഗിൾ ഇതായിട്ട് കൊടുക്കും. കുറച്ച് പ്രോമിനൻസ് ഉള്ള ആളുകളുടെ അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭാഷാപത്രം ആയിട്ട് മനോരമ വളർന്നത് താങ്കളൊക്കെ പ്രവർത്തിച്ച ഒരു കാലഘട്ടത്തിലാണല്ലോ. അതിന് നേതൃത്വം കൊടുത്ത മാത്തുക്കുട്ടിച്ചായൻ എന്ന് എല്ലാവരും വിളിക്കുന്ന ശ്രീ പത്രാധിപർ KM മാത്യുവിനോടൊപ്പമാണ് താങ്കൾ പ്രവർത്തിച്ചിട്ടുള്ളത് ആദ്യകാലം മുതലേ. അപ്പൊ അദ്ദേഹവുമായിട്ടുള്ള ബന്ധം എന്താണ്, അതൊന്ന് പറയുമോ? മനോരമ കുടുംബം എന്നാണ് അതിൽ ജോലി ചെയ്തിട്ടുള്ള എല്ലാവരും സ്നേഹപൂർവ്വം ആ കാലഘട്ടത്തെയൊക്കെ വിശേഷിപ്പിക്കുന്നത്. താങ്കളുടെ അനുഭവം എന്താണ്? KM മാത്യുവുമായിട്ടുള്ള മാധുക്കുട്ടിച്ചായനുമായിട്ടുള്ള ബന്ധത്തെ കുറിച്ചാണ് നമ്മൾ അദ്ദേഹത്തോട് ചോദിച്ചത്. ഇപ്പോൾ
കേട്ടില്ല സർ, ഒന്നും കൂടി ഹലോ, പറയാമോ സർ? ഒന്നും കൂടി ചോദിക്കാം. അത് അത് തന്നെ, ആ ചോദ്യം അത് തന്നെ അത് തന്നെ. ബ്രീഫ് ചെയ്ത് ചോദ്യം. ഹലോ, ഞങ്ങൾക്ക് മാസത്തിൽ ഒരിക്കൽ ഒരു എഡിറ്റോറിയൽ കോൺഗ്രസ് നടക്കുക. രാവിലെ എല്ലാവർക്കും കാപ്പിയും പലഹാരങ്ങളെല്ലാം കൊടുത്ത് എഡിറ്റോറിയൽ കോൺഗ്രസ് വെച്ചാൽ അവിടെ വെച്ച് നമുക്ക് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാം. അപ്പം ചില പത്രത്തിന് വരുന്ന പരിഷ്കാരങ്ങളെ കുറിച്ച് ഒരഭിപ്രായം. ആദ്യകാലത്ത് ഒരു കോളം കഴിഞ്ഞിട്ട് ഇങ്ങനെ ലൈൻ ഇടുമായിരുന്നു, ഇങ്ങനെ ഓരോ ലൈൻ. പിൽക്കാലത്ത് ഒരാൾ സജഷൻ പറഞ്ഞു അതിന്റെ ആവശ്യമില്ലല്ലോ, വൈറ്റ് സ്പേസ് അതിങ്ങനെ അംഗീകരിച്ചു. അപ്പം മോർണിംഗ് കോൺഗ്രസ് എല്ലാവരും ഒരു സജഷനായിട്ടാണ് പോകുന്നത്. കുറെ അംഗീകരിക്കും, കുറെ പ്രാക്ടിക്കൽ അല്ലെന്ന് എന്താ കേമ ദേഷ്യപ്പെട്ട് പറയില്ല. അത് നമുക്ക് ഇപ്പം ആലോചിച്ച് ചെയ്യേണ്ട കാര്യമാണെന്ന് അങ്ങനെ പറയുള്ളൂ. ആരെയും വെറുപ്പിക്കാത്തതാണ്. മിസ്റ്റർ കെ മാത്യു അതുപോലെയാണ്, ആരെയും വെറുപ്പിക്കാത്ത രീതിയില്ല. ഗുരുതരമായ ഉണ്ടെങ്കിൽ അങ്ങനെ നമ്മുടെ ക്യാബിനിൽ വിളിക്കും. മധുവും ഇതിങ്ങനെ വന്നോട്ട് ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടുണ്ടായി. നമ്മളത് ശ്രദ്ധിക്കേണ്ടതല്ലേ? അവരെ നമുക്ക് പണക്കാവുക, നമ്മുടെ വായനക്കാരല്ലേ? അല്ലെ അവരുടെ മക്കൾ പിന്നെയും വായനക്കാരാകുന്നല്ലേ? നമ്മുടെ ഇമേജിനെ ബാധിക്കുന്നതല്ലേ? കൂടുതൽ ശ്രദ്ധിക്കണമെന്ന് പറയും. ചിലപ്പോൾ കുറിപ്പ് കൊടുത്തായിരിക്കും. അത്രേ ഉള്ളൂ. അതുപോലെ ദൈനംദിന എഡിറ്റോറിയൽ കാര്യങ്ങളിൽ പത്രാധിപർ ഇടപെടുമായിരുന്നോ? കെ എം മാത്യു, മാത്തുക്കുട്ടിച്ചായൻ? അതാണ് ചോദ്യം. ഹലോ, അതെ, ചോദ്യങ്ങൾ രണ്ടാമത് അദ്ദേഹത്തെ പറഞ്ഞു കേൾപ്പിക്കണം. വാർത്തകൾ വരികയാണെങ്കിൽ അങ്ങനെ കാണിക്കേണ്ട വാർത്തകളുണ്ടെങ്കിൽ അങ്ങനെ കാണിക്കും. ഇപ്പൊ MR റിപ്പോർട്ടിൽ ബന്ധപ്പെട്ടോ വേറെ ഇത് രാഷ്ട്രീയ നേതാക്കൾ അപ്പൊ ഞങ്ങളുടെ മാത്തു കുടിച്ചായിരുന്നറിയാം. ഇങ്ങനെ വാർത്ത വന്നിട്ടുണ്ട്, നമ്മൾ കൊടുക്കണോ വേണ്ടയോ, ഞങ്ങൾക്കൊരു സംശയമുണ്ടോ, എങ്ങനെയാണ് അങ്ങനെയുടെ അഭിപ്രായം, അങ്ങനെ ചോദിക്കും. അത് ചോദിച്ചിട്ടാണ് കൊടുക്കുന്നത്. എല്ലാ വാർത്തകളും അദ്ദേഹം കാണും, എല്ലാ വാർത്തകളും അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോകും. മിക്കവാറും അങ്ങനെ കാണണമെന്ന് ഒന്ന് മാത്രമേ കാണുള്ളൂ. തലേദിവസം എല്ലാവർക്കും കാണാൻ കൊടുക്കില്ല. പ്രധാന വാർത്ത മാത്രം അങ്ങനെ അറിയാം എങ്ങനെയുണ്ടെന്നുള്ളത്. ബാക്കിയെല്ലാം ഡസ്റ്റ് ഇപ്പൊ അതിന് ചീഫായിരിക്കുന്ന ആളും അവരെല്ലാം കണ്ടാൽ മതി. നമ്മുടെ ട്രെയിനിങ് കൊണ്ട് മനസ്സിലാക്കുമല്ലോ എന്റെ കൊടുക്കാൻ പാടില്ല എന്നൊക്കെ ഉള്ളത്. ആളുകളെ ഉണ്ടി എന്ന് ഒരു ഇതിലും കൊടുക്കില്ല പരമാവധി. അല്ലെങ്കിൽ മാറ്റി വെച്ചിട്ടേ പിറ്റേ ദിവസം ആലോചിച്ചിട്ടേ കൊടുക്കുള്ളൂ. ഒരു ദിവസം മാറ്റി വെച്ചോണ്ട് കുഴപ്പമൊന്നുമില്ല എന്ന് പറയും. മറ്റു പത്രങ്ങൾ കൊടുത്തോട്ടെ, നമുക്ക് നഷ്ടപ്പെടാനും തോന്നുന്നത്. ആ കൺസേൺ ആളോട് വിളിച്ചു തന്നെ ചോദിക്കും, ഇങ്ങനെ നിങ്ങളെ പറ്റി ഒരു സംഗതി ഇങ്ങനെ വന്നിട്ടുണ്ട്, എല്ലാ പത്രവും കൊടുത്തു, ഞങ്ങൾ കൊടുക്കാതിരിക്കാൻ ഞങ്ങൾക്ക് കിട്ടാഞ്ഞിട്ടാണ്, അല്ലെ മനഃപൂർവ്വം കൊടുക്കാതിരിക്കാനെന്ന് ചോദിക്കും. അപ്പൊ നിങ്ങളോട് ചോദിച്ചിട്ട് കൊടുക്കാറില്ലെന്ന് പറയും. അല്പം ഒന്ന് മയപ്പെടുത്തി കൊടുത്താൽ മതി, ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് പറയും. അറസ്റ്റൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഞങ്ങളുടെ പേര് കുറ്റം കോടതി തെളിയിക്കേണ്ടതാണ്. അറസ്റ്റൊക്കെ ഉണ്ടായെന്നുള്ളത് ശരിയാണ്, നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് എടുത്ത് ഞങ്ങൾ ഉപദ്രവിക്കാമെന്നൊക്കെ പറയും. അപ്പൊ അത് ചെയ്യും, അങ്ങേയിരിക്കും. പിന്നെ ഹേമ, ചോദ്യം ചോദിക്കാം. സാർ, ഇപ്പോഴത്തെ പത്രങ്ങള് സാറ് നോക്കുന്നുണ്ടല്ലോ, ടെലിവിഷൻ ചാനലും കാണുന്നുണ്ടാവും അല്ലേ? ഞാൻ മനോരമ എനിക്ക് ഫ്രീ ആയിട്ട് തരുന്നുണ്ട് ഇപ്പോഴും പത്രം. എല്ലാവർക്കും വരുന്നുണ്ട്. ആദ്യകാലത്തും പിന്നെ മാതൃഭൂമി, ഹിന്ദു ഇതെല്ലാം വാങ്ങിക്കുന്നുണ്ട്. പിന്നെ വീക്കിലിയൊക്കെ വാങ്ങിക്കണം, അല്ല ഞാൻ കാശ് കൊടുത്ത് വാങ്ങിക്കുന്നു. എല്ലാം വായിക്കും, എല്ലാം വായിക്കും. ടെലിവിഷൻ കാണാറുണ്ടോ? TV കാണാറുണ്ടോ? TV കാണാറുണ്ട്. അപ്പൊ ഇപ്പോ അങ്ങ് പ്രവർത്തിച്ചിരുന്ന ഒരു കാലഘട്ടവും ഇപ്പോഴത്തെ കാലഘട്ടവും തമ്മിൽ എങ്ങനെയാണ് താരതമ്യം ചെയ്യാവുന്നത്? കാലഘട്ടത്തിന്റെ എന്ത് പ്രത്യേകതയുടെ കാര്യമാണ്? ഭാഷാപരമായിട്ട്, വാർത്തയുടെ റിപ്പോർട്ടിംഗ് രീതിയില്, എഡിറ്റിംഗില് ഒക്കെ മാറ്റം വന്നല്ലോ. ഭാഷാപരമായിട്ട് ഇപ്പം ഡിക്ലൈൻ ആണ്, അത്ര മെച്ചപ്പെട്ടെന്ന് പറയാനൊക്കില്ല. ഒരുപാട് കാര്യത്തിന് ഇപ്പൊ എല്ലാവരും പോപ്പുലർ ഭാഷയായിരിക്കുന്നത്. 10 സീരീസുകളില് എന്താ മോനെ അങ്ങനെയൊക്കെ ഉള്ള രീതിയിലുള്ളതാണ്. ആളുകളെ സുഖിപ്പിക്കുന്ന രീതിയിലുള്ള ഹെഡിങ് ആണ് വാർത്തയിൽ ഇപ്പം വരുന്നത്. ഞാനതിനോട് പൂർണ്ണമായിട്ട് യോജിക്കുന്നില്ല. ജനകീയമാകണം, ഭാഷാപരമായ ശുദ്ധി വേണം. അല്ല കൂടുതൽ നമ്മുടെ അടുക്കളയിൽ പറയുന്ന ഭാഷയോ വീട്ടിൽ പറയുന്ന ഭാഷയോ മീൻ ചന്തയിൽ പറയുന്ന ഭാഷയോ അത് ഉപയോഗിക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം. അത് തന്നെ ഇപ്പോഴും എഴുതി കണ്ടില്ല. എന്നാ മോനെ നമ്മുടെ കോട്ടയം എല്ലാം അവിടെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ എല്ലാം കോട്ടയം എന്നതാ മക്കളെ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയായി ഭാഷ. അങ്ങനെ ഞങ്ങൾ പത്രത്തിലൊന്നും ഒരിക്കലും ഉപയോഗിക്കാറില്ല. അങ്ങനെ എന്തെങ്കിലും വന്നിട്ട് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കും. നമ്മളിങ്ങനെ പോകണ്ട, മറ്റു പത്രങ്ങൾ ചെയ്തോട്ടെ, കുറച്ച് ഭാഷാപരമായ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഭാഷ ലളിതമാകണം, ആളുകളെ സുഖിപ്പിക്കണം,
എന്നൊക്കെ പറയും. ഇപ്പൊ അവിടുത്തെ ആറ്റി എവിടെയെന്ന് എനിക്കറിയില്ല എങ്ങനെയാണെന്ന് അവന്. ആ, ഞാനും മറ്റു പത്രങ്ങളൊന്നും കാണാറുള്ളത്, ആ, മനോരമ മാതൃഭൂമി ആയാലും കാണാറില്ല. പുതിയ ഒരുപാട് അപ്പൊ അതില് ആ, ചില വാർത്തകളുടെ ഹെഡിങ് വരുന്നുണ്ട്. അത് സീരിയസ് ആയിട്ടുള്ള വാർത്തകൾ വരില്ല, മറ്റു വാർത്തകളെല്ലാം. ഈ വാർത്തകളുടെ ഫോളോ അപ്പുകള് കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യുന്ന ഒരു രീതി ഉണ്ടായിരുന്നല്ലോ ഉണ്ട് മുൻപ്. ഉണ്ട്. ഇപ്പോ നമ്മള് കുറെ ദിവസം നമ്മൾ വയനാട് ഇതിന്റെ പിന്നാലെ പോയി, പക്ഷെ പെട്ടെന്ന് ഒരു ദിവസം വേറൊരു ബ്രേക്കിംഗ് സ്റ്റോറി ഉണ്ടാവുമ്പോ അതിന്റെ പിന്നാലെ പോകുന്നു. അതൊക്കെ ഉണ്ട്. പക്ഷെ പഴയതെല്ലാം മറന്നു പോകുന്നു. അങ്ങനത്തെ ഒരു ഏതായാലും trend. ഫോളോഅപ്പ് പ്രധാനപ്പെട്ട സ്റ്റോറിക്കെല്ലാം ഫോളോഅപ്പ്. അപ്പം ഒരുപാട് വാർത്ത വരുന്നു. ടി വി കൂടെ പ്രശ്നങ്ങൾ ആയതുകൊണ്ട് അവരായിട്ടുള്ള മത്സരം ഉണ്ടല്ലോ. അതുകൊണ്ട് പിന്നെ ആളുകളെ സൂചിപ്പിക്കുന്ന രീതിയിലുള്ള ഇപ്പൊ ദിവസം വാർത്ത എടുത്തു കഴിഞ്ഞാൽ ആ രീതിയിലുള്ള ഭാഷ, എന്നതാ മോനെ, അങ്ങനെയൊക്കെയുള്ള ഭാഷ ധാരാളം വരുന്നുണ്ട്. അതത്ര സുഖമായിട്ട് എനിക്ക് തോന്നുന്നു. സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ നോക്കാറുണ്ടോ? സാമൂഹ്യ മാധ്യമങ്ങൾ നോക്കാറുണ്ടോ? ഇന്റർനെറ്റ് മീഡിയ ഇന്റർനെറ്റ് വാർത്തയൊക്കെ നോക്കാറുണ്ട്. അതിലങ്ങനെ ഇന്റർനെറ്റിലുള്ള വാർത്തകൾ കുറച്ചൊക്കെ നോക്കാറുണ്ട്. അതിന് സ്വാധീനം ഉണ്ടാകും. വലിയ മോശമൊന്നുമല്ല. ഏഷ്യാനെറ്റൊക്കെ നോക്കാറുണ്ട്. മാതൃഭൂമിയുടെ ചാനൽ ചിലപ്പം നോക്കാറുണ്ട്. നമ്മൾക്ക് ഫോണിൽ തന്നെ കിട്ടുമല്ലോ ഇപ്പൊ. ഫോണിൽ തന്നെ പല പത്രങ്ങളും ചാനലുകൾ കിട്ടുന്നുണ്ട്. അതൊക്കെ നോക്കാറുണ്ടോ? ഫോണിൽ വരുന്നത് നോക്കാറില്ല. ചെറുപ്പക്കാര് മുഴുവൻ അതാ നെറ്റിൽ വരുന്നത് നോക്കാറുണ്ട്. അതിന്റെ ഭാഷ വലിയ കുഴപ്പമൊന്നുമില്ല. അല്ല, ഭാഷ മാത്രമല്ല, ചെറുപ്പക്കാര് മുഴുവനും വായിക്കുന്നത് ഇപ്പൊ പത്രങ്ങൾ വായിക്കുന്നില്ല. പുതിയ ഒരു ജനറേഷൻ പത്രം വായിക്കുന്നേ ഇല്ല. അത് സീരിയലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കാറുണ്ട് കൂടുതൽ ആളുകൾ നോക്കുന്നത്. അവര് ചാനലും കാണുന്നില്ല, പത്രവും വായിക്കുന്നില്ല, ചാനലും കാണുന്നില്ല. പക്ഷെ ഈ ഫോണില് ഒരുപാട് യൂട്യൂബ് ആയിട്ടും ഒക്കെ ഉണ്ട്. എന്താ ചെവിയിലൊക്കെ വച്ചിട്ട് സാധനമൊക്കെ എനിക്കത് അറിയാനും വയ്യോ എന്തൊക്കെയാണ് അത് വച്ചിട്ടാ പോകുന്നത്. പത്രം വായിക്കാൻ വലിയ താല്പര്യമില്ല. മലയാളം അറിയാത്ത കുട്ടികളാണ് വളർന്നു വരുന്നത്. അതൊക്കെ ശരിയാണ്. പത്രത്തിന്റെ നിലനിൽപ്പ് എന്തായിരിക്കും? അതുകൊണ്ട് അതൊക്കെ നിലനിൽക്കുന്ന എനിക്കാണ്. പത്രം സർക്കുലേഷൻ കൂടുന്ന ട്രെൻഡേ ഉള്ളൂ, കുറയുന്ന ട്രെൻഡ് ഏതായാലും ഇപ്പൊ കോവിഡ് വന്നപ്പോ ഒരുപാട് താഴെ. അത് സ്വാഭാവികമായിട്ടും ഉണ്ടാവുമല്ലോ. അത് റിക്കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. അല്ലെങ്കിലും ഇപ്പോഴത്തെ മുമ്പത്തെ തലമുറകളുള്ള വീടുകളിലൊക്കെ ഇപ്പോഴും പത്രം ഇടും. ഇനി അത് കഴിഞ്ഞാൽ എന്താ പോകുന്നുള്ള കാര്യം നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റൂല. ഇപ്പൊ എല്ലാം മൊബൈൽ ഫോണിലാണ് അവരെല്ലാം നിശ്ചയിക്കുന്നത്. അതുകൊണ്ട് വായന കുറയും എന്നുള്ളത് ആണ് എന്റെ ഒരു ആശങ്കയുള്ളത്. വായന പത്ര വായന കുറയും. എന്റെ വായന കുറയുന്നുണ്ട്. പക്ഷെ ഓൺലൈനിൽ അവര് നോക്കുന്നുണ്ടാവും, വാർത്തകള് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അവര്. പക്ഷെ പത്രം വായിച്ചുകൊണ്ട് വാർത്തകള് കാണുന്നില്ല അവര്. ഈ വാർത്തകൾ അപ്ഡേറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ ടി വി വരുന്ന വാർത്തകൾ അവര് കാണുന്നില്ല. ആ വാർത്തകൾക്ക് താല്പര്യമില്ല. അവിടെ വല്ല ബന്ധുക്കൾ മരിച്ചു പോവുകയോ വേറെ വല്ല പാലടിഞ്ഞു പോവുകയോ അല്ല ഉരുൾപൊട്ടലുണ്ടായോ അത് മാത്രം ചിലപ്പോൾ കൂടുതൽ ഇൻഫർമേഷൻ എടുത്ത് നോക്കിന്ന് വരും. എന്നാലും കൂടുതൽ ഇതിലാണ് അവർ ശ്രദ്ധിക്കുന്നത്. ഫോണിലാണ് ശ്രദ്ധിക്കുന്നത് എനിക്കറിയാം. ചേട്ടാ, ഈ പിന്നെ വാർത്തകൾ നമ്മൾ ടെലിവിഷനിലൂടെ അറിയും, അല്ലെങ്കിൽ ഇന്റർനെറ്റിലൂടെ അറിയും. അപ്പൊ ഈ പത്രത്തിൽ ഇനി ഇപ്പൊ എന്താണ് വായിക്കാനുള്ളത്? അറിഞ്ഞ വാർത്ത തന്നെയല്ലേ പത്രത്തിൽ വരുന്നത്. അപ്പൊ പത്രങ്ങൾ എന്താകണം ഇനി? എന്തെങ്കിലും ചേട്ടാ അഭിപ്രായം ഉണ്ടോ? അറിഞ്ഞ വാർത്തകൾ പത്രങ്ങൾക്ക് വരേണ്ട മാറ്റത്തെ കുറിച്ചാണ് ചോദിച്ചത്. ടെലിവിഷൻ വന്നപ്പം ഒരു ചാലഞ്ച് ആണെന്ന് ആദ്യം വിചാരിച്ചത്. ടെലിവിഷൻ കൊടുക്കാൻ കഴിയാത്ത അവർക്ക് ഇത്ര പീരീഡിനകത്ത് ഇന്ന വാർത്ത കൊടുക്കുന്നുണ്ട്, അതിന് ഡീറ്റെയിൽസ് ബാക്ക്ഗ്രൗണ്ട് ഒന്നും കൊടുക്കാൻ ഒക്കില്ല. ബാക്ക്ഗ്രൗണ്ടാണ് ഏറ്റവും പ്രധാനം. ഒരു അപകടം ഉണ്ടായാലും അതിനെ കുറിച്ചുള്ള ഒരുപാട് ഡീറ്റെയിൽസ് ഒക്കെ വേറെ ഉണ്ടാകും. അവിടെ കുടുംബങ്ങളൊക്കെ കുറിച്ച് ബന്ധുക്കളില്ലാതെ പോയ സൈഡ് സ്റ്റോറീസ് ഉണ്ടാകും. അതെല്ലാ പത്രങ്ങൾ തമ്മിലുള്ള കോമ്പറ്റീഷനുകളുണ്ട്. അതുകൊണ്ട് ടി വി വരെ വരുന്നതിനേക്കാൾ കൂടുതൽ വിമർശനം ചെയ്തിട്ടുണ്ട്. മാത്രമല്ല വീട്ടിൽ പഴയ തലമുറ ആയാലും ഉണ്ടല്ലോ, അവര് കുറെ പേര് വായിക്കും. ഇവരും അഡീഷണൽ ഇൻഫർമേഷൻ വേണ്ടി വായിക്കുന്നുള്ളതാണ്. തൽക്കാലം കുറയാനൊന്നും പോകുന്നില്ല. ഈ പത്രത്തിൽ ഇനി എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത്? ഇപ്പോഴത്തെ ഒരു ഇത് മാത്രമല്ലല്ലോ, ഇനി ഫ്യൂച്ചറിലേക്ക് നിലനിൽപ്പിനായിട്ട് പത്രങ്ങൾ എന്തൊക്കെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം, എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരണം? പത്രങ്ങള് പുതിയ പുതിയ നാട്ടിന്റെ വികസന പ്രവർത്തനവുമായിട്ടുള്ള ബന്ധപ്പെട്ട് ഒരുപാട് വാർത്തകൾ കൊടുക്കുന്നുണ്ട്. അതിന് ഇനി കുറച്ചുകൂടെ കൂടുതലായിട്ട് കൊടുക്കുന്നുണ്ട്. വീട്ടിൽ ആളുകളെ ഇരുത്തി വായിപ്പിക്കാൻ വേണ്ടി പഴയ തലമുറയ്ക്ക് കൂടുതൽ ഇഷ്ടപ്പെടുന്ന പഴയ ചില കാര്യങ്ങളും ഇപ്പോഴത്തെ കാര്യങ്ങളും എടുത്ത് താരതമ്യപ്പെടുത്തുന്ന ചില കാര്യങ്ങളും അങ്ങനെയൊക്കെ കൊടുക്കുന്നതാണ് വളരെ നല്ലത്. പുതിയ തലമുറ അടർത്ത് ആക്ഷേപിക്കുന്നതും ശരിയല്ല. എന്നുവെച്ചാൽ അവരുടെ ഇത് ട്രെൻഡൊക്കെ മാറിപ്പോയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് അവർക്ക് ഉള്ള ഇത് കൊടുക്കുന്നതോടൊപ്പം പഴയ തലമുറയ്ക്ക്
ഇതുമായിട്ട് യോജിച്ചു പോകാൻ കഴിയുന്ന എന്താണെന്ന് വെച്ചാൽ അവരെ കണ്ടുപിടിച്ച് കൊടുക്കേണ്ടതാണത്. ഇത്രയുള്ളവരാണ്. അല്ല ഇപ്പോ പത്രത്തില് വാർത്തകള് മാഗസീന്റെ റോള് പത്രം ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. ആ കാരണം ഇൻഡെപ്ത് ആയിട്ട് സ്റ്റോറീസ് കൊടുക്കണം. ഉം. അപ്പോ ആ രീതിയിലേക്ക് പത്രങ്ങൾ മാറേണ്ടതല്ലേ? അല്ല മാഗസിന്റെ മട്ടിലേക്ക് ഒരിക്കലും പത്രത്തിൽ മാറാൻ ഒക്കില്ല. മാഗസിനുമായിട്ട് ബന്ധപ്പെട്ട ചില സ്റ്റോറീസ് ഒക്കെ വേണമെങ്കിൽ കൊടുക്കാമെന്നല്ലാതെ അല്ല മാഗസിനുമായിട്ട് കോമ്പീറ്റ് ചെയ്യുന്ന ഒരു രീതി ഒരിക്കലും വരാൻ പാടില്ല പത്രങ്ങൾ. ഡെയിലിയിലെ ഏറ്റവും പ്രധാന ന്യൂസ് കേരളത്തിലെ പ്രധാന പത്രങ്ങളെല്ലാം നമ്മളെ സംബന്ധിച്ച ചരമ വാർത്ത. അത് ഒരു ഇന്റർനെറ്റും പ്രധാനപ്പെട്ട ആളുടെ എല്ലാം കൊടുക്കില്ല, ഒരു മാഗസിനും കൊടുക്കില്ല. ഇപ്പം ആദ്യകാലത്ത് അങ്ങനെ അറിയാവും, ഇവിടുന്ന് മലബാറിലേക്ക് കുടിയേറ്റം ഉണ്ടായല്ലോ. അതോടുകൂടി ആ ഭാഗത്ത് പെടുന്നുള്ള ഒരുപാട് ക്രിസ്ത്യൻസ് ആണ് കൂടുതൽ. അപ്പൊ അവരുടെ ബന്ധുക്കളുടെ വിവരവും ചരമവാർത്ത അറിയുന്ന അവിടെ എത്തുന്ന പത്രത്തിൽ കൂടെയാണ് ഡീറ്റെയിൽസ് അറിയുന്നത്. അപ്പൊ മറ്റു ടിവിയും കാര്യങ്ങളും അക്കാലത്ത് ഉണ്ടായിട്ടില്ല. അപ്പൊ അതിന് നല്ല ഡീറ്റെയിൽസ് കൂടുതൽ കൊടുക്കുന്നത് എപ്പോഴും പത്രങ്ങൾ തന്നെയാണ്, അതിന് സംശയമില്ലാതെ. അതൊന്നും മറ്റവര് കൊടുക്കാനൊന്നും പോകുന്നില്ല ഒരിക്കലും. നമ്മളുടെ കുട്ടികളൊക്കെ വിദേശത്തേക്ക് കുടിയേറി പോവാണ്. ഇവിടുത്തെ ചെറുപ്പക്കാർ മുഴുവനും വിദേശത്തല്ലേ ഇപ്പൊ? അതെ. അപ്പൊ അതും ഈ പത്രങ്ങളുടെയൊക്കെ നിലനിൽപ്പിനെ ബാധിക്കില്ലേ? അങ്ങനെ മുഴുവൻ ബാധിക്കട്ടെ. കുറെ എല്ലാവരും പോകുന്നുണ്ട് വിദേശത്ത് പോകുന്നതിന്റെ അവിടെയൊക്കെ അവർ കാശുണ്ടാക്കി നാട്ടിലേക്ക് അയക്കാനാ. അത് അവരുടെ ബന്ധുക്കളുണ്ടല്ലോ, അവരുടെ മക്കളുണ്ടല്ലോ, എല്ലാവർക്കും പോകാൻ അവസരമില്ലല്ലോ. എല്ലാവരും മുഴുവൻ സ്പെഷ്യലൈസ് ചെയ്ത് ഡിഗ്രി എടുത്ത് വിദേശത്തേക്ക് പോകാൻ പോകുന്നില്ല. നാട് അനാഥമാകൂലേ? അങ്ങനെ പോകാൻ താല്പര്യമില്ല. നാട്ടിലെ കുറച്ച് അധികം കുറയാനൊന്നും പോകുന്നില്ല. ഇപ്പൊ ഈ കുടിയേറ്റം പറഞ്ഞല്ലോ, ഇപ്പൊ ചില സ്ഥലങ്ങളിൽ നിന്ന് ആളുകള് മറ്റു സ്ഥലങ്ങളിലേക്കൊക്കെ കുടിയേറിപ്പോയി, വയനാട് പോലുള്ള സ്ഥലം, ഇടുക്കി. പക്ഷെ ഇപ്പൊ കുടിയേറ്റം നടക്കുന്നത് വിദേശത്തേക്കാണ്. വിദേശത്തെ ഫോറിൻ എഡീഷൻ ഉണ്ട്, എല്ലാ പത്രങ്ങളും ഫോറിൻ എഡീഷൻ ഉണ്ട്. സർവ്വ പത്രം കാനഡ, ഫിജി ഐലൻഡ്, ഒരു മലയാളികൾ എവിടെയുണ്ടോ അവിടെ എല്ലാം ഉണ്ട്. പിന്നെ നെറ്റ് ഇതുവഴി കിട്ടുമല്ലോ, നെറ്റ് വഴി കിട്ടും. ഓൺലൈൻ എല്ലാ പത്രങ്ങൾക്കും ചാനൽസ് ഉണ്ടല്ലോ, മിക്കവാറും എല്ലാ പത്രങ്ങൾക്കും. പത്രവും പോകുന്നുണ്ട്, വിദേശത്തേക്ക് പത്രങ്ങളും പോകുന്നുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ പത്രങ്ങൾ പോകുന്ന ആളുകളുണ്ട്. എല്ലാവരും വായിക്കണമെന്നില്ല, എന്നാലും കുറെ പത്രത്തിൽ അങ്ങനെ വലിയ ഭീഷണി ഒന്നും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരുപാട് ടെക്നോളജി ഉപയോഗപ്പെടുത്തുന്നുണ്ട് ഇപ്പൊ. അതായത് സാങ്കേതിക വിദ്യ വല്ലാതെ കടന്നു കയറിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അതായത് റോബോട്ടിക് ആയിട്ടുള്ള രീതിയിലേക്കൊക്കെ പത്രങ്ങൾ മാറുന്നു എന്നൊക്കെ പറയുന്നത്. നിർമ്മിത ബുദ്ധി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അങ്ങനെ അതിനെ പുറത്ത് അതൊക്കെ വരാൻ ഒരുപാട് വർഷങ്ങൾ പിടിക്കും. അതൊക്കെ പോപ്പുലർ ആകാൻ ഒരുപാട് വർഷങ്ങൾ പിടിക്കും. അത് തൽക്കാലം അതിന് ഭീഷണിയൊന്നും അല്ല. നമ്മളുടെ ജോലി സാധ്യതകളൊക്കെ പോവില്ലേ? കുറെ ക്രമേണം അങ്ങനെ ഒരുപാടൊന്നും ബാധിക്കില്ല. അപ്പം പത്രങ്ങൾ പുതിയ ആവിനെയും അവരൊക്കെ കണ്ടുപിടിക്കും. ഒരുപാട് ബാധിക്കില്ല. അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? അതെന്നുവെച്ചാൽ പുതിയ ജനറേഷൻ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ചോദിക്കാം സർ. ഈ താങ്കളൊരു കുറച്ചു കാലം മുന്നേ ഒരു അക്ഷര ശ്ലോകത്തിന് വേണ്ടി മാത്രമായിട്ട് ഒരു മാസിക ഇറക്കിയിരുന്നല്ലോ. ഈ അക്ഷര ശ്ലോകത്തിൽ ഇപ്പോഴും താല്പര്യമുണ്ടോ, അല്ലെങ്കിൽ ആ മാസിക ഇറക്കാനുള്ള സാഹചര്യം എന്തായിരുന്നു? അക്ഷര ശ്ലോകത്തിന് വേണ്ടി ഇറക്കിയ മാസികയെ കുറിച്ചാണ് അദ്ദേഹത്തോട് നമ്മളിപ്പോൾ ചോദിച്ചത്. അക്കാലത്ത് അക്ഷരശ്ലോകം ഒരു പാരമ്പര്യ കലയാണത്. എനിക്ക് അക്കാലത്ത് ഒരുപാട് താല്പര്യം ഉണ്ടായിരുന്നു. അതിനുവേണ്ടി പ്രത്യേകം ഒരു മാഗസിൻ തന്നെ ഇറക്കി. അത് ഭോപ്പാലിൽ വെച്ച കവി സമ്മേളനം നടന്നപ്പോ പോലും വേൾഡ് പോയിട്രി കോൺഫറൻസ് നടത്തി. എല്ലാ ഇംഗ്ലീഷ് ഭാഷയിൽ നിന്നൊക്കെ ആളുകൾ വന്നു. അവിടെ നടന്ന ദിവസം എന്റെ ഈ മാഗസിൻ അവിടെ എത്തിച്ച് അന്ന് ഞാൻ തന്നെ ചുമന്ന് റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുപോയി അവിടെ നിങ്ങളുടെ അയച്ചു കൊടുക്കുമായിരുന്നു. അതിന് ഇംഗ്ലീഷ് കവിത ഉണ്ടായിരുന്നു. ആ ഇംഗ്ലീഷ് കവിതയെ മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യിപ്പിച്ചു 1-2 സുഹൃത്തുക്കൾ കൊണ്ട്. അതെല്ലാം സഹിതമായിട്ടാണ് വേൾഡ് പോയിട്രി കോൺഫറൻസിന് അവിടെ തുടങ്ങിയത്. അപ്പൊ ഭാരത് ഭവനുണ്ട്, ഭോപ്പാലിൽ ഭാരത് ഭവൻ. അവിടെ ഇത് എന്റെ മാഗസിൻ ആ തുടങ്ങുന്ന ദിവസം അവിടെ എത്തിച്ചു. അത് എക്സിബിറ്റ് വയ്ക്കുകയും ചെയ്തു. അങ്ങനെ ഒന്ന് സ്കോർ ചെയ്തു. ഈ അക്ഷര ശ്ലോകത്തിന് ഇപ്പൊ സാധ്യതകൾ എങ്ങനെയാണ്? ഇപ്പൊ ഞാൻ ഫോളോ ചെയ്യുന്നില്ല. ഇപ്പൊ കൈരളി അക്ഷരശാസ്ത്രം പാലായിരം നടത്തുന്നുണ്ട്. അവിടെ അവരെങ്ങനെ മാസം തോറും ഉള്ളത്. തൃശ്ശൂരാണ് ഇതിന് ഏറ്റവും വലിയ കവനഗോകുതം എന്നൊരു മാസം ഉണ്ട്, ഇതിനു വേണ്ടി മാത്രം ഉണ്ടായിരുന്നു. അറിയില്ല. താങ്കളുടെ ആ മാസികയുടെ പേരെന്തായിരുന്നു? അക്ഷര ശ്ലോകത്തിന്റെ ശ്ലോകം
ശ്ലോകം അല്ലെ? അത് എത്ര വർഷം ഉണ്ടായിരുന്നു? അക്ഷരാന്ന് ചെറിയ അക്ഷരത്തിൽ ശ്ലോകം വലിയ അക്ഷരത്തിൽ ആ എഴുതി. ഹാ ഹാ. അത് എത്ര വർഷം നടത്തി? അതാണ് 2-2.5 വർഷം 3 വർഷം നടത്തുന്നു. 3 വർഷം. പഴയ ഒരു കോപ്പി എന്റെ കാണും ഇപ്പോഴും. ആദ്യം ആ. ഇറങ്ങിയ എന്റെ ഒരു കോപ്പി ഞാൻ വച്ചിരുന്നു എനിക്ക് തോന്നണം. ബാക്കി അത് എനിക്ക് കൂടെ മനോരമയിൽ ചേരുന്നതിന് മുമ്പാണോ അതോ അതിന് ശേഷമാണോ? മംഗളത്തിൽ ചേരുന്നതിന് മുൻപാണോ അത് കഴിഞ്ഞിട്ടാണോ? മംഗളത്തിൽ മനോരമയിൽ ഉള്ളപ്പോഴാണോ അത് ചെയ്തത്? ഇരുന്നപ്പോഴാണ് എന്റെ ഇരുന്നപ്പോഴാണ്. മകന്റെ പേരിലാ ഇറക്കി. ഇറക്കിയത്. അതിന്റെ രജിസ്ട്രേഷൻ ഉണ്ടല്ലോ, അത് അവന്റെ ആ, പേരിലാ. ശരി. ആ, ആ, ആ. അവന്റെ പേരിലെ ഞാൻ എടുത്ത് അവിടെ ഇരിക്കുമ്പോൾ ചെയ്യാൻ പറ്റില്ല. ആ, ആ. അതിന്റെ പോസ്റ്റൽ കൺസെഷൻ ഒക്കെ വേണം. ഓക്കേ. പോസ്റ്റ് ഓഫീസിൽ നിന്ന് കൃത്യസമയത്ത് അയച്ചാലേ കൺസെഷൻ കിട്ടുള്ളൂ. അത് ചുമന്നുണ്ട്. പിന്നെ RMS എനിക്ക് പരിചയമുള്ള പണിക്കലുണ്ടായിരുന്നു. അങ്ങോട്ടും പറയും സമയത്ത് ഒന്ന് അയച്ചേക്കണം എന്നൊക്കെ പറയും. അങ്ങനെയാണ് പോസ്റ്റൽ എത്ര സർക്കുലേഷൻ ഉണ്ടായിരുന്നു? സർക്കുലേഷൻ എത്ര ഉണ്ടായിരുന്നു? സർക്കുലേഷൻ എത്രയാണെന്ന് എനിക്ക് ഓർമ്മയില്ല. അന്നൊരു 1000 കിട്ടുക തന്നെ പറഞ്ഞ വലിയ കാര്യമല്ലേ. ഇത് താല്പര്യമുള്ള ആളുടെ ക്രമണം ഉണ്ടായിരുന്നു. തൃശ്ശൂർ അവിടെയൊക്കെ പോകുന്നുണ്ടായിരുന്നു. പോസ്റ്റിലും കുറെ പോകുന്നുണ്ടായിരുന്നു. കുറെ ഇവിടെ ബുക്ക് സ്റ്റാളിൽ കുറെ കണ്ടു വയ്ക്കുന്നുണ്ട്. അതുവഴിയും കുറച്ച് വയ്ക്കുന്നുണ്ടായിരുന്നു. പിന്നെ കുറെ പരസ്യം ഞാനും അക്ഷരശ്ലോകത്തോടുള്ള താല്പര്യം അച്ഛന്റെ കയ്യിൽ നിന്ന് അങ്ങനെ കുടുംബത്തിൽ നിന്ന് വല്ലതും കിട്ടിയതാണോ? എന്താ? അതെ, അത് എവിടുന്ന് കിട്ടി എന്നാണ് ചോദിക്കുന്നത്. അന്ന് വരെ സിനിമയും മറ്റു കാര്യങ്ങളിൽ അവര് നാട്ടിലുള്ള എല്ലാവരും ചേർന്ന് ഏതെങ്കിലും പ്രമാണ വെടി വന്നിട്ട് ഇതിങ്ങനെ അന്ന് അവിടെ വെച്ച് ഉണ്ടാക്കി കൊടുക്കും. അപ്പൊ എറണാകുളത്ത് വന്ന ഒരാള് വരാൻ താമസിച്ചു. താനെന്താ താമസിച്ചു വന്ന്. അപ്പൊ എറണാകുളത്ത് വന്ന് തങ്ങി വിശന്നു, അത് കഴിച്ചിട്ട്. അപ്പൊ അയാള് ഉടനെ ഉണ്ടാക്കി ചോളൂ. 8 മോരുമെന്റെ ശിവനെ പുഴുക്കൂട്ടം തത്തിടും ഉപ്പിലിട്ടത് മഹോ കൈപ്പേറും ഉപ്പേരിയും. അങ്ങനെയാണ് അതാണ് നിമിഷകവി. അപ്പം അന്ന് ആളുകൾക്ക് താല്പര്യം ഉണ്ടായിരുന്നു. മലബാർ ഭാഗത്ത് ഒരു നമ്പൂരി കുടുംബം, അങ്ങനെ ഈ പാടത്തിന് അങ്ങനെ കുടുംബത്തിന് അതില് ഇറങ്ങുമ്പം പാടമാണ്. അതിനോട് ആ വെയിലിൽ ചേർന്നിട്ട് പാവയ്ക്ക നട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ പാവയ്ക്ക ഒഴിക്കുമ്പം എതിരെ വരമ്പ് കൊടുത്ത് നടന്നു സ്വാമി തമ്പുരാനെ ഒരു ശ്ലോകം ചെല്ലിട്ട് പറിക്കും. അത് പറിക്കുമെന്ന് പറഞ്ഞു. അതിന് പാവയ്ക്കയെ കുറിച്ചൊരു ശ്ലോകം ഉണ്ടായിരുന്നു, ഞാൻ മറന്നുപോയി. പാടത്തിങ്കൽ നീള പാടത്തെൻകര നീള നിറമായി വേദിക്കൊരു ആഘോഷമായി ആടിത്തൂങ്ങി അലഞ്ഞുടഞ്ഞു വിലസും പിന്നെ കൈപ്പേരും ഉപ്പേരിയും ഇതിനെല്ലാം വലിയ ഉപ്പേരി എന്നൊക്കെയാണ് ഓർമ്മയുണ്ട് ആ കാലം അല്ലെ? ഇപ്പൊ വായന കുറവല്ലേ പൊതുവെ? ഇപ്പൊ എനിക്ക് പുസ്തകം എഴുതുന്നതിനായിട്ട് വായന കുറവാണ്. അങ്ങയുടെ മാത്രമല്ല, പൊതുവെ പുറത്ത് കുട്ടികൾക്കൊക്കെ വായന ഇത്തിരി കുറഞ്ഞു പോയില്ലേ? സാഹിത്യ താല്പര്യവും കുറഞ്ഞു. അതിന് സെലക്ട് ഗ്രൂപ്പ് ഉണ്ട്. ഇപ്പോഴും സീരിയസ് ആയിട്ട് വായിക്കുന്ന ആളുകളുണ്ട്. കുറച്ച് ആളുകൾ ജനസംഖ്യയും കൂടുന്നുണ്ടല്ലോ. ഒരുപാട് സാഹിത്യോത്സവങ്ങൾ നടക്കുന്നുണ്ട്. അവിടെയൊക്കെ ഭയങ്കര തിരക്കാ. എവിടെ? എല്ലായിടത്തും ഉണ്ട് ഇപ്പൊ. കോഴിക്കോട് സാഹിത്യോത്സവം ഈ അക്ഷരശ്ലോകമായിട്ട് അതിലൊന്നും വരുന്ന മറ്റു കാര്യങ്ങളൊക്കെ അക്കാദമിയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഒരുപാട് പുസ്തകങ്ങൾ നടക്കുന്നുണ്ട്. അതിനോടനുബന്ധിച്ച് സാഹിത്യം വായന കൂടിയിട്ടുണ്ട്, സംശയമില്ല. അതുകൾക്ക് പുസ്തകം വായിക്കാനുള്ള അഫോർഡ് ചെയ്യാനുള്ള പണം കയ്യിലുണ്ട്. പണ്ടം കയ്യിൽ വരുമല്ലേ. അക്കാദമി ഉണ്ട്, ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ബുക്ക് സ്റ്റാളുണ്ട്, NBSന്റെ ബുക്ക് സ്റ്റാളുണ്ട്, DC ബുക്സിന്റെ ഉണ്ട്. ഞാൻ കോട്ടയത്ത് തന്നെ ഒരുപാട് ബുക്ക് സ്റ്റാളുണ്ട്. ഞാനും അവിടെ പോയി ബുക്ക് വാങ്ങിക്കാറുണ്ട്. അത് താല്പര്യമുള്ള വിഷയങ്ങളിൽ വിജ്ഞാന കൈരളി എന്നൊരു പബ്ലിക്കേഷൻ ഉണ്ട്, ആളുകൾ വായിക്കും. ചെറുപ്പക്കാരെ എല്ലാവരും വായിക്കുന്നില്ല, ജോബ് ഓറിയന്റഡ് അല്ലേ കൂടുതലും. അതുകൊണ്ട് നല്ല വായന പൂർണ്ണമായിട്ടൊന്നും പോകുന്നില്ല. രണ്ട് പത്രം സർക്കുലേഷൻ തന്നെ അറിയില്ല. അതിന് സൺഡേ സപ്ലിമെന്റ് എല്ലാ പത്രത്തിലും ഉണ്ടല്ലോ. ആദ്യത്തിന് വായിക്കാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈസി റീഡിങ്ങിനും സീരിയസ് റീഡിങ്ങിനും എല്ലാ കാര്യങ്ങളുണ്ട്. പല വീടുകളിലും പത്രം തുറക്കുന്നില്ല എന്ന് പറയുന്നു. പത്രം
വരുന്ന പത്രേ തുറന്നു പോലും നോക്കുന്നില്ലാന്ന് ആ പല വീടുകളിലും. വീടുകളിൽ സീനിയർ ആളുകൾ ഉള്ളിടത്തോളം കാലം കുറെ നാളുകൂടെ പത്രം പോവും. കുറച്ച് ചിലപ്പോ കുറഞ്ഞേക്കും, കുറച്ച് പറയാൻ സാധ്യതയുണ്ട്. കാരണം മീഡിയ ഒരുപാട് വന്നതുകൊണ്ട് ചിലപ്പോൾ കുറഞ്ഞേക്കുമായിരിക്കും, ഇല്ലെന്ന് പറയാനൊക്കില്ല. ഇവിടുന്ന് മലയാളം പത്രങ്ങൾ വിദേശങ്ങളിലേക്ക് പോകുന്നുണ്ട്. ഞാൻ ജർമ്മൻ മലയാളി അസോസിയേഷന്റെ അവിടെ പങ്കെടുത്തുകൊണ്ടിരുന്നപ്പോൾ ഇവിടുന്ന് പോകുന്നുണ്ടായിരുന്നു, പത്രം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ വാർത്ത വന്നു, അവിടെ ഞാൻ അയച്ചു, അത് അച്ചടിച്ച് വന്ന പത്രം അവിടെ കൊടുത്തായിരുന്നു. ബാംഗ്ലൂരിന്റെ അവിടെ താങ്കൾ കുറച്ചു കാലം മാധ്യമ അധ്യാപകൻ കൂടിയായിരുന്നല്ലോ. BCM കോളേജിലെ ആഡ് ഓൺ കോഴ്സിലെ കോട്ടയം പ്രസ് ക്ലബിന്റെ ജേർണലിസം കോഴ്സിന്റെ ഡയറക്ടർ. ഈ മാധ്യമ അധ്യാപനം ഇപ്പോഴുണ്ടോ? ഹലോ, അദ്ദേഹത്തിന്റെ മാധ്യമ അധ്യാപക ജീവിതത്തെ കുറിച്ച്. അവിടുത്തെ പിള്ളേര് അതിനു മുമ്പിരുന്ന ഡയറക്ടർ ഉണ്ടല്ലോ, അയാള് കൊടുത്ത ജ്യോതി പേപ്പർ, ഉത്തര പേപ്പർ ഞാൻ കണ്ടു. അത് മുഴുവൻ ശുദ്ധ അബദ്ധമാണ് എഴുതി വെച്ചിരിക്കുന്നത്. അതിനൊക്കെ മാർക്ക് അയാൾ ഇപ്പോഴും ഡയറക്ടറായിട്ട് വിരസുന്നുണ്ട്. പിള്ളേരൊക്കെ ഇവിടെ ഞാൻ കൊടുത്ത് വന്ന ബാച്ചിലെ പിള്ളേരെ പോലും വഴിതെറ്റിപ്പിക്കാൻ ഒരുപാട് ശ്രമിച്ചു. അപ്പൊ അവിടെ രണ്ട് ഗ്രൂപ്പ് ഒരേ എന്നെ അനുഭവിക്കുന്ന ഒരാൾ ഇപ്പോഴും ദേശാഭിമാനി അവിടെ ഉണ്ട്, പ്രമോദോ പ്രദീപ് എന്നുള്ള ഡെസ്കിൽ ഇരിപ്പുണ്ട്. അയാളെ അവിടെ ചോദിച്ചറിയാം വഴിതെറ്റിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ ഇവിടുന്ന് രാജിവെച്ച് പോരുകയായിരുന്നു. അന്ന് അതിന് ആ ഗ്രൂപ്പിന്റെ ലീഡർ ആയിരുന്ന ആള്, പേര് പറയണ്ട, ഹലോ, ഇപ്പോഴും ഞാൻ കാണാറുണ്ട് വഴിക്ക് വെച്ച്. അമ്മ തിരിച്ചും കൂടും എന്ന് പറയാറില്ല. പിന്നെ ജേർണലിസ്റ്റിന്റെ യാതൊരു യോഗ്യത ഇല്ലാത്ത ആളുകളാണ് എന്റെ വരുന്നത്. അത് ഇതുപോലെ ഓഫ് ദി റെക്കോർഡ്. അതേപോലെ ഈ മാധ്യമ രംഗത്തേക്ക് ചെറുപ്പക്കാര് വൻതോതിൽ കടന്നു വരുന്നില്ലല്ലോ ഇപ്പം. വളരെ കുറച്ചു പേര് മാത്രമേ ലീഡിങ് മാധ്യമങ്ങൾക്ക് പോലും കിട്ടുന്നുള്ളൂ. വളരെ പത്രപ്രവർത്തനം ജോലിയായിട്ട് സ്വീകരിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞു വരുന്നു. എന്തായിരിക്കും അതിന് കാരണം? ആ ചോദ്യം അദ്ദേഹം കേട്ടു എന്ന് വിശ്വസിക്കുന്നു. ചോദ്യം റിപ്പീറ്റ് ചെയ്യാണ്. ആ ചോദ്യം തന്നെ, ഹേമ ചോദിക്കുന്ന ചോദ്യം തന്നെ. അദ്ദേഹത്തെ ഒരു ദീർഘകാലത്തെ അധ്യാപന പരിചയം കൂടെ ഉണ്ടല്ലോ ഈ രംഗത്ത്. ഇങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, അന്ന് നീ പറഞ്ഞ ഒരാള് ഇപ്പൊ അതിന്റെ ഒരു ഞാൻ പേര് പറയുന്നില്ല, ഒരു മാധ്യമ സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഒക്കെ അങ്ങനെയുള്ള മാധ്യമത്തിന്റെ ഹെഡായിട്ടായിരിക്കുന്നത്. അങ്ങനെയുള്ള ആളുകൾ ട്രെയിനിങ് ചെയ്തിട്ട് കഴിഞ്ഞാൽ പിള്ളേര് എങ്ങനെയൊക്കെയാണെന്ന് ആകുമെന്നുള്ളതെന്ന് എനിക്ക് യാതൊരു പിടിയില്ല. ഇതിന് യാതൊരു ക്വാളിറ്റി കൺട്രോളും യാതൊന്നും ഇല്ല എഴുതുന്നതിനും. അല്ല, ഇതിലേക്ക് കടന്നു വരുന്ന ആളുകളുടെ എണ്ണവും കുറഞ്ഞു. മറ്റ് തൊഴിൽ മേഖലകളിലേക്കൊക്കെ പോകുന്നുണ്ട്. പക്ഷെ മാധ്യമ പ്രവർത്തകരാകാൻ വളരെ താല്പര്യത്തോടു കൂടി വരുന്നവര് കുറഞ്ഞു. അതെന്തായിരിക്കും കാരണം? അത് പ്രധാനമായിട്ട് അത് കിട്ടുന്ന പ്രതിഫലം ഒക്കെ വളരെ കുറവാണ്. അത് ഇതിന്റെ ജേർണലിസ്റ്റിന്റെ വേജ് ബോർഡുണ്ട്. വേജ് ബോർഡ് അനുസരിച്ചുള്ള ശമ്പളമാണ് ഈ പത്രക്കാർക്ക് കൊടുക്കുന്നത്. അത് പഠിക്കുന്ന ജേർണലിസം പഠിക്കുന്നതിന് വരെ മറ്റേ വിധേയത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ കമ്പനിയിലൊക്കെ നല്ല ജോലി കിട്ടി ഇതിനകത്ത് കൂടുതൽ വരുമാനം ഉണ്ടാകും. പണമാണല്ലോ ഇപ്പം എല്ലാവരുടെയും നോട്ടം. അതുപോലെ സാമൂഹിക സേവനവും അതിനുള്ള ഡെഡിക്കേഷനോ പത്രപ്രവർത്തന സമൂഹം നന്നാക്കാനുള്ള ത്വരയോ അതൊന്നും അല്ലല്ലോ. അങ്ങ് ഇതെല്ലാം വളരെ കുറഞ്ഞു. ഈ ജോലി സുരക്ഷ എന്നുള്ളത് ഇല്ല. ജോബ് സെക്യൂരിറ്റി കുറഞ്ഞില്ലേ ഇപ്പൊ? ജോബ് സെക്യൂരിറ്റി കുറച്ചു. ഹയർ ആൻഡ് ഫയർ ആണ് ഇപ്പോഴും. ഒരു ഇതിന്റെ ആരും അതിന് ചോദിക്കാനും ഇല്ല. ലേബർ ഡിപ്പാർട്ട്മെന്റും ആരും ചോദിക്കാനൊന്നുമില്ല. എടുക്കുമ്പോൾ തന്നെ ട്രെയിനിങ് എക്സ്റ്റൻഡിങ്ങിന് പോകും. അപ്പൊ പിന്നെ പിരിച്ചുവിടുന്നതിന് കുഴപ്പമൊന്നുമില്ല. ജോബ് സെക്യൂരിറ്റി ഒന്നുമില്ല ഇപ്പം. ഈ പഴയ നിർഭയത്വം വേണം എന്നൊക്കെ പറയുന്ന ആ സങ്കല്പമൊക്കെ പോയല്ലോ. ഈ ജേർണലിസം ഫീൽഡിലേക്ക് കടന്നു വരുന്ന ആളുകൾക്ക് ഒരു ഇച്ഛാശക്തി വേണം, നിർഭയമായിട്ട് പ്രവർത്തിക്കാനുള്ള ഒരു ഇച്ഛാശക്തിയൊക്കെ ഉണ്ടാവണം. ഇപ്പൊ അങ്ങനെ ഉണ്ടോ? അവർക്ക് ഡെഡിക്കേഷൻ, ജേർണലിസം ഞാൻ ചെയ്യുന്ന സമൂഹത്തിന് വേണ്ടിയുള്ള സർവീസാണ് ആ തോന്നലൊന്നും ഉണ്ടാവുന്നില്ല. ഇനീഷ്യൽ എന്ത് ശമ്പളം കിട്ടും, പ്രൊമോഷൻ എത്ര വർഷം കിട്ടും, അതാണ് കൂടുതൽ ആളുകൾക്ക്. ഉള്ളവരില്ല എന്ന് പറയുന്നില്ല, ഉണ്ട് കുറെ പേരുണ്ടാകും. അതിനെക്കാട്ടിലും അതേ ക്വാളിഫിക്കേഷൻ മറ്റേ BSc MSc ഒക്കെ പഠിച്ചെടുത്തവർക്ക്, MA പഠിച്ചെടുത്തവർക്ക് മറ്റു അധ്യാപനത്തിനൊക്കെ പോയാൽ സർക്കാരിന്റെ ജോലിയാണ്. PSc വഴി സർക്കാരിന്റെ ജോലി വരിക.
ജോബ് സെക്യൂരിറ്റി ഉണ്ട്, യൂണിയൻ ഉണ്ട്, അങ്ങനെ ഉണ്ട്. ഇതിനൊക്കെ വളരെ കുറവാ. ഈ മാധ്യമ ധാർമ്മികത നമ്മള് ഇതിന്റെ മൂല്യങ്ങളൊക്കെ വലുതാണ് എന്ന് നമ്മൾ വിചാരിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ടോ ഇപ്പോ? ധാർമ്മികത ഇത് ഡിപ്പെൻസ്. അതൊക്കെ നമ്മുടെ കമ്മിറ്റ്മെന്റ് സമൂഹത്തോടാണ്. ഇപ്പം വാർത്ത കൊടുക്കുന്ന അതിന്റെ നിജസ്ഥിതി പൂർണ്ണമായിട്ട് നോക്കിയിട്ട് കൊടുക്കേണ്ടത് ആവശ്യമാണ്. മാറ്റമെല്ലാം ആളുകളെ നയിക്കേണ്ടതും പത്രവാർത്തയിലൂടെയാണ്. അങ്ങനെയുള്ളവർ ഉണ്ടാവും. എനിക്ക് പറയാനൊക്കെ ഇല്ല. ഇങ്ങനെ നമുക്ക് മെഷർ ചെയ്യാനുള്ള ഒരു സംവിധാനം ഇല്ലല്ലോ. അതുകൊണ്ട് സമൂഹത്തിനോടാണ് മാധ്യമങ്ങളുടെ ഉത്തരവാദിത്വം. അത് ആവർത്തിച്ച് പറയേണ്ടതാണ്. മാധ്യമങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്. മാധ്യമങ്ങൾ ഇപ്പൊ പോകുന്ന അങ്ങനെ പത്രത്തിൽ വന്ന് അത് വന്ന ഈ രീതിക്കുള്ള വാർത്ത കൊടുക്കാൻ പാടില്ല എന്നൊക്കെ അവർ പറയാനുണ്ട്. അവർക്ക് ഉത്തരവാദിത്വം ഉണ്ട് ഇല്ലെന്ന് ഞാൻ പറയില്ല. ഉത്തരവാദിത്തമൊക്കെ ഉണ്ട് തീർച്ചയായിട്ടും. പക്ഷെ ഓരോ പത്രങ്ങളും ഓരോ വിധത്തിൽ ചെയ്യുന്ന സാധാരണ വായനക്കാർക്ക് ഹെൽപ്ലെസ് ആണല്ലോ. അല്ല, മാധ്യമങ്ങള് കോർപ്പറേറ്റ് വൽക്കരിക്കപ്പെട്ടിട്ടുണ്ട് ഇപ്പോ. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ചില മുതലാളിത്ത വ്യവസ്ഥിതികൾ ഇതിൽ കടന്നു കയറിയിട്ടുണ്ടാവാം. ഉണ്ടാവും. പത്രം നടത്തുന്നത് നിസ്സാര കാര്യമല്ല. ഞാൻ വിചാരിച്ച എനിക്കൊരു പത്രം നടത്താൻ ഒക്കില്ല. ഒരു മെഷീനറി വേണം, പുതിയ ടെക്നോളജി വേണം, സ്റ്റാഫ് വേണം, അവർക്ക് ശമ്പളം കൊടുക്കണം. പറ്റാല്ല, വലിയ വ്യവസായികൾക്ക് മാത്രമേ പറ്റുള്ളൂ. മനോരമയുടെയും മാതൃഭൂമിയുടെയും അങ്ങനെ ആളുകൾ ഇവിടെ മാധ്യമത്തിന്റെ പുറകിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആളുകളുണ്ട്. അവരുടെ താല്പര്യം കൂടെ സംരക്ഷിക്കാൻ വേണ്ടിയാ പോകുന്നത്. അല്ല സാധാരണക്കാരൻ ഒരാൾക്ക് പത്രം തുടങ്ങാൻ ഒക്കില്ല. ഇൻഡിപെൻഡന്റ് ചെറിയൊരു പബ്ലിക്കേഷൻ തുടങ്ങിയാൽ പോലും വിജയിക്കില്ല. അപ്പോ ഈ മാറി വരുന്ന ട്രെൻഡുകൾക്ക് അവർ അടിയറവ് വെക്കേണ്ടതുണ്ടോ? മാധ്യമത്തിന്റെ ഇപ്പോ ഈ കോർപ്പറേറ്റ് വൽക്കരണത്തിന്റെ ഒരു അനന്തരഫലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അടിമത്ത മനസ്ഥിതി കൂടി ഉണ്ടാവുന്നുണ്ട് അതിന്റെ ഒപ്പം. അപ്പൊ അത് ശരിയല്ലല്ലോ. അവിടെ സമൂഹത്തിനെ മറന്നു പോകുന്നില്ലേ? കോൺട്രാഡിക്ടറി അല്ലേ അത്? അതൊക്കെ നമുക്കൊന്നും പറയാനൊക്കില്ല. അത് മുതൽ മുടക്കുന്നവർക്ക് അവരനുസരിച്ച് ലാഭം കിട്ടണമെന്ന് വേണ്ടിയിട്ട് മുതൽ മുടക്കുന്നത്. പുതിയൊരു സ്ഥാപനം തുടങ്ങിയാലും ഞാൻ ആ ഉദ്ദേശത്തോടെ സമൂഹത്തിനെ നന്നാക്കാന്നുള്ള ഉദ്ദേശത്തോടെ ഞാൻ കുറച്ച് കഴിയുമ്പം ഇൻകം ജനറേറ്റർ തുടങ്ങുമ്പം അതിനുള്ള മാർഗങ്ങൾ കണ്ടുപിടിക്കുക. അത്രേ ഉള്ളൂ. നല്ല പരിശുദ്ധമായ ഇതൊന്നും ഇതിനകത്തൊന്നുമില്ല. ധാർമ്മികത പണ്ട് കാലത്ത് ആദ്യകാലത്ത് പത്രം തുടങ്ങിയൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് എഡ്യൂക്കേഷന് മാത്രം നഷ്ടം എന്ന് വെച്ചാൽ എത്രയോ ആദ്യകാലത്ത് എത്രയോ പത്രങ്ങൾ കേരളത്തിൽ പൂട്ടിപ്പോയി. ചെറിയ പത്രങ്ങളെല്ലാം അതൊക്കെ വരികയുണ്ടായിരുന്നു. നടത്തിക്കൊണ്ടുപോകാൻ പറ്റാത്ത കൊണ്ട് പറ്റിയ കുഴപ്പമാണ്. ഒരു ബിസിനസ് ആയിട്ടല്ലാതെ ഇപ്പൊ കൊമേഴ്സ്യൽ അല്ല നടത്താൻ നിൽക്കൂല. സർവീസ് മെന്റലായിട്ട് ഏതെങ്കിലും സംഘടനകൾക്കോ പ്രസ്ഥാനങ്ങൾക്കോ മാത്രമേ നടത്താൻ നിൽക്കുള്ളൂ. അവിടെ ഒരു മുഖപത്രം എന്നുള്ള നിലയ്ക്ക് മാത്രമേ നടത്താൻ നിൽക്കുള്ളൂ. അതാണ് രീതി. താങ്കളുടെ രണ്ടാമത്തെ പുസ്തകം ഇറങ്ങിയത് 2021 ഒരു രാജാവിനെ കൊല്ലേണ്ടതെങ്ങനെ. അതിലെ കുറച്ച് താങ്കളുടെ അനുഭവങ്ങളുണ്ട്. ഹാസ്യാത്മകമായി കാര്യങ്ങളെ വീക്ഷിക്കുന്ന ഒരു രീതിയിലുള്ള എഴുത്തുണ്ട്. ഇതിലെ ലേഖനങ്ങളൊക്കെ ഏത് കാലഘട്ടത്തിൽ എഴുതിയതാണ് താങ്കള്? ഒരു രാജാവിനെ കൊല്ലേണ്ടത് എങ്ങനെ എന്ന പുസ്തകം. 2 പുസ്തകങ്ങളാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. രണ്ടാമത്തേതാണ് ഒരു രാജാവിനെ കൊല്ലേണ്ടത് എങ്ങനെ. ഇടയാളം രണ്ടാമത്തെ. അടയാളങ്ങളുടെ അത്ഭുത ലോകം എന്നാണ് അതിന്റെ. അത് പല കാലങ്ങളായിട്ട് ഇതിനു മുമ്പ് പല കാലങ്ങളായിട്ട് എഴുതിയാണ്. അതിന് തൊട്ട് മുമ്പ് എഴുതിയ ലേഖനങ്ങളും ഉണ്ട്. എല്ലാം കൂടെ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ലിവിംഗ് ലീവ് പബ്ലിക്കേഷൻ എന്ന് പറഞ്ഞ പഴയകാലത്ത് എനിക്ക് അറിയാവുന്ന ഒരു ജോൺ. അദ്ദേഹമാണ് കോട്ടയത്തുള്ള ആളെ പബ്ലിഷ് ചെയ്തത്. നമ്മുടെ കയ്യിൽ നിന്ന് കാശ് മുടക്കി പബ്ലിഷ് ചെയ്തതാണ്. മനോഹരല്ല. അതിന് പല കാലത്ത് തന്നെ അനുഭവങ്ങളും എല്ലാം കൂടെ ചേർത്ത, ബോംബെ അനുഭവം, നാട്ടിലെ അനുഭവങ്ങളും ചേർത്ത്. ഇനി ഇപ്പോഴും തന്നെ ഒരുപാട് എഴുതി വെച്ചിട്ടുണ്ടാവില്ല. അതിന് പബ്ലിഷറെ കണ്ടുപിടിക്കണം, കൊടുക്കണം. അങ്ങനെയൊക്കെ ഉദ്ദേശത്തോടെ ചെയ്യാൻ എനിക്ക് വേറൊരു പണി അറിയാൻ വയ്യാത്തതുകൊണ്ട് ഞാനിത് ആദ്യത്തെ പുസ്തകം മനോരമയല്ലേ പബ്ലിഷ് ചെയ്തത്? അതെ, അത് അവരാവശ്യപ്പെട്ടു. ഞാൻ DC ബുക്സ് കൊടുത്തു, അവരെടുത്തു. പക്ഷെ എന്നാ പബ്ലിഷ് ചെയ്യുന്ന അവിടെ ശ്രീയും പേര് പറഞ്ഞിട്ട അവിടെ ഇരിക്കുന്ന ആള് സ്വീകരിച്ചു. ഞാൻ ചെല്ലുമ്പോഴൊക്കെ ഉടനെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം മനോരമക്കാർ അറിഞ്ഞു. അപ്പൊ അവര് ഏതൊരു വിശേഷം 2-3 ബുക്ക് ചേർത്തിട്ട് ഇറക്കുന്നുണ്ട്. ഒന്ന് പദശുദ്ധി കോശം എന്ന് പറഞ്ഞ ഒരു എന്റെ സുഹൃത്ത് എറണാകുളത്തുള്ള ആള്, വേറെ അങ്ങനെ 3 ബുക്ക് കൂടി ചേർത്താം, ഒരുമിച്ച് ചേർത്താം. അവരാവശ്യപ്പെട്ടതനുസരിച്ചാണ്. അതുകൊണ്ട് അത് കൃത്യമായിട്ട് അവർക്ക് റോയൽറ്റി എനിക്ക് ബാങ്കിൽ വരുന്നുണ്ട്, അതൊക്കെ പോകുന്നുണ്ട്.
ഇപ്പൊ ഒന്നും കൊടുത്തിട്ടുണ്ട്. അത് ആരും സ്പർശിച്ചിട്ടില്ലാത്തൊരു വിഷയമാണ്. എന്താണത്? ഇംഗ്ലീഷിലെ 2 അക്ഷരം മാത്രമുള്ള ഒരു വാക്കിനെ കുറിച്ചാ. ഇംഗ്ലീഷിൽ വെറും 2 അക്ഷരമേ ഉള്ളൂ ആ വാക്കിന്. നമ്മൾ നിത്യേന ഉപയോഗിക്കുന്നതാണ് പലരും. എന്താണത്? പറയാൻ പറ്റുമോ അത്? പറയാമോ? അതൊന്ന് പറയാമോ? പറയാം. ഓക്കെ 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 സർ. കുറിച്ചുള്ള പുസ്തകം അല്ല, അതിനെ കുറിച്ച് സർവോട് ഞാൻ ആദ്യം എനിക്ക് താല്പര്യം വന്നത്, ഞാൻ ചങ്ങനാശ്ശേരിയിൽ നിന്ന് നെടുമുടി ആലപ്പുഴയ്ക്ക് പോവുക. ആലപ്പുഴയ്ക്ക് പോകുമ്പോൾ കുറച്ച് യാത്രക്കാരുണ്ട്. ചിലപ്പോ കണ്ടക്ടർ പുറകിൽ നിന്ന് വന്ന് മുമ്പോട്ടൊക്കെ എടുക്കുന്നുണ്ട്. ഒരു സ്ത്രീ എവിടെ ചോദിക്കുമ്പോൾ വലിയ ബാഗ് എടുക്കാം, എടുക്കട്ടെ എന്ന് ബാഗ് എടുത്ത് വെക്കും. കുറെ കഴിഞ്ഞിട്ട് എടുക്കുന്നത് കുറെ കഴിഞ്ഞാൽ വലിയ പറഞ്ഞു, വലിയ എത്ര പ്രാവശ്യം ഞാൻ ചോദിക്കണു, എന്റെ പണി പോകുന്ന കാര്യമാണ്, അവരെ ചക്കർമാർ കഴിക്കാം. ഓക്കെ ഓക്കെ വലിയ എടുത്തോളൂ. അങ്ങനെയാണ് എനിക്ക് ഇതിനെ കുറിച്ച് ആദ്യമായിട്ടൊരു താല്പര്യം തോന്നുന്നത്. അപ്പൊ ഈ സർവത്ര ഉപയോഗിക്കുന്ന വാക്കാണുള്ളത്. ജനങ്ങൾ എല്ലാ ഭാഗത്തും ആംസ്ട്രോങ് ചന്ദ്രനിൽ ചെന്നപ്പോഴും ആദ്യം ഉപയോഗിച്ച ഓക്കെ എന്നാണ് പറഞ്ഞത്. അതിന് പണ്ട് ടാറ്റാവിന്റെ സുകുമാരൻ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു എറണാകുളത്ത്. അത് കാലിത്തീറ്റ ഇറക്കുന്നു, ഓക്കെ കാലിത്തീറ്റ. അതുപോലെ ഈ ചരക്ക് ഡോറിയുടെ എല്ലാം പുറകില് ഓക്കെ എന്ന് എഴുതും, സൗണ്ട് ഹോട്ട് ഓക്കെ എന്ന് എഴുതും പുറകെ വരുന്നു. ഇതെല്ലാം കൂടെ എന്നുള്ള ഒരു താല്പര്യം തോന്നിയാണ് ഞാൻ ഓക്കെ സാർവത്രികമായ ഉപയോഗം. ആദ്യം ഇത് ഉപയോഗിച്ചത് എവിടെയാന്നുള്ളത് അമേരിക്കയുടെ ഒരു സ്ഥലത്താണ് ആദ്യമായിട്ട് ഇത് ഉപയോഗിച്ചത്. അപ്പൊ അതിന്റെ വോട്ടർ ചാർട്ടൊക്കെ എന്റെ കയ്യിൽ ഇപ്പൊ ഉണ്ട്. അതും കൂടെ ചേർത്താണ് എഴുതുന്നത്. അതിപ്പോ ടെലിഫോണിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന വാക്ക് ഓക്കെയാണ്. ഇത് മനോരമയ്ക്ക് കൊടുത്തില്ല, ഞാൻ ചോദിച്ചില്ല, കൊടുത്തില്ല. അല്ല, നമ്മളുടെ ഫോണിൽ ഏറ്റവും ഇത് മനോരമയ്ക്ക് കൊടുത്തിരിക്കണം കേട്ടോ. ഓക്കെ, അതെ അല്ലേ? ഫോണിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഓക്കെ എന്നുള്ള സംസാര ഭാഷ ഇല്ലല്ലോ. അത് ഓക്കെ ആയോ? അത് ഓക്കെ വൈന്നും എഴുതും. ചിലപ്പോ ഓക്കെ ഇടയ്ക്ക് ഫുൾ സ്റ്റോപ്പ് ഇല്ലാതെ എഴുതും. ഇന്ന് ഭൂലോകത്തിലെ അക്ഷരാഭ്യാസം ഇല്ല. ഇപ്പൊ ആമസോൺ കാടിലെ ആദിവാസി ജനങ്ങൾ പോലും ഉപയോഗിക്കുന്നു ഓക്കെ ഉപയോഗിക്കുന്നു. സർവത്ര ഉപയോഗിക്കുന്ന ഒരേ ഒരു പദവി ഇതാണല്ലോ. ഭൂലോകം മുഴുവൻ ഏത് ഭാഷയാകട്ടെ അവരൊക്കെ എന്താ പറയുന്നത്, ഫയൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാര് വരും. ഫയലിന്റെ ഈ ഇടതുവശത്ത് അവർ എഴുതുന്നത് അഭിപ്രായം എഴുതും. അപ്പൊ അവര് കിളക്ക് എഴുതിക്കിടുന്നു, can I allow him to enter into your office? ഓക്കെ എഴുതും. അപ്പൊ അങ്ങനെ എഴുതുന്ന സർവത്ര പ്രയോഗം അത്. അതിന് തുല്യമായിട്ട് ഇപ്പം ഒരു പദാർത്ഥം ഉണ്ട്, അതിനെ കുറിച്ച് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്നത്. എന്താണെന്നറിയാമോ? സിപ്പർ അല്ല, അതല്ല, ഇസഡൈപ്പ്. സർവ്വതിന് ഉപയോഗിക്കുന്ന സാധനമാണത്. ബാഗിന്, അവിടെ ഇവിടെ, ഷർട്ടിന്, പാന്റിന്, സർവ്വത്തിനും. എടാ നീ സിപ്പിട് എന്ന് പറയുന്നത് സർവ്വ മതി. അതിനെ കുറിച്ചൊരു സാധനം എഴുതിക്കൊണ്ടിരിക്കുക. അപ്പൊ സിപ്പ് എന്നുള്ളത് ആരും ചെയ്യാത്ത ചെയ്താലാണെങ്കിൽ ഒരു താല്പര്യം പറ്റുള്ളൂ. അത് എഴുതിക്കൊണ്ടിരിക്കുക. അത് ആരും പറഞ്ഞില്ല. അപ്പൊ അതിന് മനോരമയുടെ ആരും പറഞ്ഞില്ല. ഇത് കഴിഞ്ഞിട്ടാവാന്ന് വിചാരിച്ചിരിക്കുക. ഇനിയും പുസ്തകങ്ങൾ എഴുതാൻ ഭാഗ്യം ഉണ്ടാകട്ടെ, പുസ്തകങ്ങൾ പുറത്തു വരട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. നമുക്ക് ഇത്രയും നേരം 1 മണിക്കൂർ കഴിഞ്ഞു. ചേട്ടന് കേൾവിക്ക് ശകലം പ്രശ്നം ഉണ്ടായിരുന്നുവെങ്കിൽ പോലും ഇത് മുഴുവൻ അനുഭവങ്ങളും നമ്മൾ കൃത്യമായിട്ട് ഉത്തരം നൽകി. മാധ്യമ ജീവിതം ഇവിടെ രേഖപ്പെടുത്തപ്പെട്ടു. അതിലുള്ള സന്തോഷം ഞങ്ങൾ അറിയിക്കുന്നു. താങ്കൾക്ക് ദീർഘായുസ് ഉണ്ടാകട്ടെ, കൂടുതൽ എഴുതാനുള്ള യോഗമുണ്ടാകട്ടെ, ഭാഗ്യമുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ പങ്കുവച്ച താങ്കൾക്ക് നന്ദി, നമസ്കാരം. തീർച്ചയായിട്ടും അങ്ങയുടെ കൂടെ 1 മണിക്കൂർ ഞങ്ങൾ സ്പെൻഡ് ചെയ്തത് സമയം പോയത് അറിഞ്ഞില്ല. ഒരുപാട് ബഹുമുഖമായിട്ടുള്ള വിഷയങ്ങളെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിച്ചത്. മാധ്യമ പ്രവർത്തനം മാത്രമല്ല, എഴുത്തിന്റെ, സാഹിത്യത്തിന്റെ, ഭാഷയുടെ. അപ്പൊ ഇങ്ങനെ ഇപ്പോഴും ഈ പ്രായത്തിലും പുതുതായിട്ട് എഴുതാനായിട്ട് വിഷയങ്ങൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്ന അങ്ങേക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ഇനി തുടർന്ന് നിരവധി വർഷങ്ങൾ എഴുതാനായിട്ട് കഴിയട്ടെ എന്നുകൂടി ആശംസിക്കുന്നു. നമുക്കറിയാം, എനിക്കറിയാവുന്ന ഒരു അഭ്യാസം ഇത് മാത്രമേ ഉള്ളൂ. എഴുത്തും വായനയല്ല, വേറെ ഒരു തൊഴിൽ അറിയില്ല, തുമ്പാപ്പണി അറിയില്ല, പിക്ക് പോക്കറ്റ് അറിയില്ല, അങ്ങനെ വേറെ എന്തെങ്കിലും കച്ചവടം നടത്താൻ അറിയില്ല. കച്ചവടം
എന്റെ ചെറുപ്പത്തിൽ അച്ഛന് ഉണ്ടായിരുന്നു, കച്ചവടം ഉണ്ടായിരുന്നു, കുടുംബം ചേർത്ത് ആളുകൾ കൊണ്ട് ആ കടയിലൊക്കെ ഇരുന്നു. അല്ലാതെ വേറെ ഒന്നും അറിയാൻ വയ്യ. അതുകൊണ്ട് തുടങ്ങിയാൽ തന്നെ ഒരു മാസത്തിനകം പൂട്ടി പോകും. അതുകൊണ്ട് അതിനെ കുറിച്ച് എനിക്കൊന്നും കൂടുതൽ അറിയില്ല, അറിയുന്നത് ഇത് മാത്രമാണ്. അപ്പൊ ചോദ്യങ്ങൾ എനിക്ക് ഒരു പ്രാവശ്യം കൂടി കുറച്ച് ഉറക്കെ ആവർത്തിക്കേണ്ടതായിട്ട് വന്നു. പക്ഷെ അദ്ദേഹം എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറഞ്ഞു. നമുക്ക് ഇതെല്ലാം രേഖപ്പെടുത്താൻ പറ്റി. അങ്ങയുടെ ശബ്ദം ഞങ്ങൾ രേഖപ്പെടുത്തി കഴിഞ്ഞു. അപ്പൊ അങ്ങക്ക് എല്ലാവിധ ആശംസകളും ഒരിക്കൽ കൂടി നേരുന്നു. ഈ പരിപാടി നമ്മളിപ്പോ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു. നന്ദി, നമസ്കാരം. നമസ്കാരം സാർ. നമസ്കാരം.